യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കാൽവരി പ്രയർ ഫെലോഷിപ്പിൻ്റെ ദോഹയിൽ നടക്കുന്ന ഈ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയാണ്. ഇംഗ്ലീഷിൽ പ്രകാരം പറയും, വെൻ ഹാർട്ട് ഈസ് ഫുൾ വേർഡ്സ് ആർ ഫ്യൂ. ഹൃദയം നിറഞ്ഞിരിക്കുമ്പോൾ വാക്കുകൾ ചുരുങ്ങിപ്പോകും, അഥവാ അധികം സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന്. ഈ സമയത്രയും ഇന്നലെയും ഇന്നും ദൈവമക്കളായ ഈ ദേശത്ത് ഉപജീവനത്തിന് വേണ്ടിയും ജോലി സംബന്ധമായിട്ടെല്ലാം വന്നു ചേർന്ന എളിയവരായ നിങ്ങളുടെ ഈ ദേശത്തെ യുവതി യുവാക്കന്മാരായ സമർപ്പണ ജീവിതം നയിക്കാൻ ഹൃദയം കൊണ്ട് തീരുമാനിച്ച ദൈവമക്കളുടെ സാക്ഷ്യങ്ങളും അവരുടെ വാക്കുകളും പാട്ടുകളും എല്ലാം കേട്ടപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സന്തോഷിച്ചു. ഈ ഫെലോഷിപ്പ് എന്താണ് പഠിപ്പിക്കുന്നതെന്ന് കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. കാരണം അനേകരത് അനുഭവിക്കുന്നു, ജീവിതത്തിൽ പകർത്തുന്നു. അവരുടെ ജീവിതത്തിൽ അത്, കുടുംബജീവിതത്തിനത് അനുഗ്രഹമായി തീരുന്നു. അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ അത് വളരെ സ്വാധീനം ചെലുത്തുന്നു. നിങ്ങളെല്ലാം ആത്മീയം പഠിപ്പിച്ച ഒരു അനുഗ്രഹീതനായ ദൈവദാസനായിരുന്നു കടന്നുപോയ MI യോഹന്നാൻ സാറ്. അദ്ദേഹം ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് ഞങ്ങളുടെ രക്തത്തിൽ കലർന്നിട്ടുള്ളതായ ഒരു ഉപദേശമാണ്, പണമില്ലെങ്കിലും ദൈവവേല നടക്കും, വിശുദ്ധന്മാരില്ലെങ്കിൽ ദൈവവേല നടക്കുകയില്ല. പണമില്ലെങ്കിലും ജീവനുള്ള ദൈവത്തിൻ്റെ വേല നടക്കും. അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാനും അനേകരെ അവർ പെട്ടുകിടക്കുന്ന കുഴിയിൽ നിന്ന് കയറ്റിയെടുക്കുവാനും അതാണ് ദൈവവേല. പണമില്ലെങ്കിലും അതെല്ലാം നടക്കും. പക്ഷേ വിശുദ്ധന്മാരില്ലെങ്കിൽ ദൈവവേല നടക്കുകയില്ല. ഓരോ തലമുറയിലും, ജീവിക്കുന്ന തലമുറയിൽ, നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ വിശുദ്ധന്മാരുണ്ടാകണം, വിശുദ്ധ ജീവിതം നയിക്കുന്നവരുണ്ടാകണം, അതിൽ സന്തോഷിക്കുന്നവരുണ്ടാകണം, അതിന് സമർപ്പണമുള്ളവരുണ്ടാകണം. അവരിൽ കൂടെയാണ് ദൈവത്തിൻ്റെ വേല നിർവഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദേശത്ത് വിശുദ്ധ ജീവിതത്തിനായി സമർപ്പണമെടുത്ത യുവതി യുവാക്കന്മാരുടെ അവരുടെ സാക്ഷ്യം നിങ്ങളും കേട്ടു. ദൈവം സന്തോഷിക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ എനിക്കിടവന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാനൊരു റിട്ടയർ ചെയ്ത പേഴ്സണാണ്, അറിയാം. എന്നാൽ അതിലെല്ലാം ഉപരി ഇതൊക്കെ നിസ്സാരമായ ഒരു കാര്യം. ഈ ലോകത്തിലെ ഒരു ഉപജീവനത്തിലുള്ള തൊഴിലുണ്ടായിരുന്നു, അതിന് പെൻഷൻ പറ്റി, അതിൻ്റെ പെൻഷൻ മേടിക്കുന്നു. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരിയായി ഞാനിവിടെ സന്തോഷിക്കുന്നതായൊരു കാര്യം, എനിക്കൊരു ഇലക്ട്രിസിറ്റി ബോർഡിലൊരു ജോലി ഉണ്ടായിരുന്നു എന്നുള്ളതിലല്ല. 35-ാമത്തെ വയസ്സിൽ എനിക്കൊരു മാനസാന്തരം കിട്ടി. ഒരു കാലത്ത് ഞാൻ ആഗ്രഹിക്കാത്ത, ഞാൻ ലക്ഷ്യമാക്കാത്ത, ഞാൻ നിരൂപിക്കാത്ത ഒരു വലിയ അനുഗ്രഹമായിരുന്നു 35-ാമത്തെ വയസ്സിൽ എനിക്ക് ലഭിച്ച മാനസാന്തരം. ആ മാനസാന്തരമാണ് എന്നെ ക്രിസ്തുവിനോടടുപ്പിച്ചത്. ആ മാനസാന്തരമാണ് എന്നെ മനുഷ്യനോടടുപ്പിച്ചത്. ആ മാനസാന്തരമാണ് എന്നെ എൻ്റെ ഭാര്യയോടടുപ്പിച്ചത്. ആ മാനസാന്തരമാണ് എന്നെ വിശുദ്ധരായ ദൈവമക്കളോടടുപ്പിച്ചത്. ആ
എന്നെ കൂട്ടായ്മയിൽ അടുപ്പിച്ചത്. ആ മാനസാന്തരമാണ് എന്നെ സ്വർഗത്തോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ മാനസാന്തരം നിന്ന എൻ്റെ കർത്താവായ യേശു, അവൻ്റെ ക്രൂശിലെ രക്തം, അവൻ്റെ ക്രൂശിലെ തിരുമൊഴികൾ, അവൻ്റെ വചനം, ഇതെല്ലാം എൻ്റെ ഹൃദയത്തെ ആവോളം സ്പർശിക്കുകയും ദൈവത്തിൻ്റെ വചനം സമയം കിട്ടുമ്പോഴെല്ലാം ആവേശത്തോടെ വായിക്കുവാനും എൻ്റെ ഹൃദയത്തെ മാറ്റിത്തന്ന എൻ്റെ കർത്താവിന് സ്തോത്രം. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു വരട്ടെ. ഈ കാൽവറി പ്രേയർ ഫെലോഷിപ്പ് ഒരു സഭയല്ല, ഒരു സഭയായി മാറാനുള്ള ഒരു പ്രസ്ഥാനവുമല്ല. നമ്മുടെ നാട്ടിലുള്ള മലയാളക്കരയിലുള്ള എല്ലാ ക്രൈസ്തവ വിഭാഗത്തിലുള്ള ആളുകളും ഇതിനകത്ത് ചേർന്ന് വരുന്നുണ്ട്. കത്തോലിക്ക സഭയിലുള്ളവരുണ്ട്, യാക്കോബായ ഓർത്തഡോക്സ് സഭയിലുള്ളവരുണ്ട്, മാർത്തോമ ഇവാഞ്ചലിക്കൽ CSI മുതലായ സഭകളിലുള്ളവരുണ്ട്, നവീകരണ സഭയിലുള്ളവരും വചനം കേൾക്കാനായിട്ടൊക്കെ വരാറുണ്ട്. എന്നാൽ ഇതിൻ്റെ പ്രവർത്തകരായിട്ടുള്ളത് ഈ പൗരോഹിത്യ സഭയിലുള്ളവരാണ് ഇതിൻ്റെ സജീവ പ്രവർത്തകരായിട്ടുള്ളത്. അതെല്ലാ സഭാവിഭാഗത്തിലുള്ളവരുമുണ്ട്. അങ്ങനെയുള്ള നിങ്ങളെ എല്ലാവരെയും ഈ ഫെലോഷിപ്പിൻ്റെ എല്ലാ പ്രവർത്തനത്തിലേക്കും, ഇതിൻ്റെ നടത്തിപ്പുകാരായിട്ടും ചുമതലക്കാരായിട്ടും വചനം പറയുന്നവരായിട്ടും നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ കടന്നു വരണമെന്ന് നിങ്ങളുടെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഒരു പണപ്പിരിവും നടത്തുന്നില്ല, ഒരു മെമ്പർഷിപ്പില്ല. നിങ്ങൾക്ക് ഹൃദയപൂർവ്വം ചേർന്ന് നിൽക്കാവുന്ന ഒരു ഫെലോഷിപ്പാണിതൊരു കൂട്ടായ്മയാണിത്. സഭ മാറേണ്ട പ്രിയപ്പെട്ടവരെ, അതുപോലെ ഒരു പള്ളിയിൽ നിന്നൊരു പള്ളിയിലേക്ക് മാറുക, അങ്ങനെയുള്ളതായി ഒന്നും കൂടാതെ മനുഷ്യഹൃദയം മാറണം. മനുഷ്യഹൃദയം മാറ്റുന്നതാണ്, അത് മാറാൻ സാധിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അത് മാറ്റിത്തരുന്നതായൊരു യേശുവുണ്ട്. ആ വലിയ ഭാഗ്യമാണ് ഈ ഫെലോഷിപ്പിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ തീർച്ചയായും കോലഞ്ചേരിക്കടുത്ത് ഈ ഫെലോഷിപ്പിൻ്റെ പ്രാർത്ഥനയോഗം നടക്കുന്നുണ്ട്. ഇവിടെയുള്ള ഓർഡിനേഴ്സിനോട് ചോദിച്ചാൽ അറിയാം, അല്ലെങ്കിൽ ഇതിൻ്റെ വെബ്സൈറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് നടക്കുന്ന സ്ഥലം അറിയാം. അത് നിങ്ങളുടെ വെബ്സൈറ്റിൽ നോക്കി അവിടെ കടന്നു വരണമെന്ന് നിങ്ങളുടെ സ്നേഹത്തോട് അപേക്ഷിക്കുകയാണ്. എല്ലാ വെള്ളിയാഴ്ചയും 6 മുതൽ 8 വരെ ബൈബിൾ ക്ലാസ് ഉണ്ട്. എല്ലാ രണ്ടാമത്തെ ശനിയാഴ്ചയും അവിടെ രാവിലെ 9 മുതൽ 1 മണി വരെ യോഗമുണ്ട്. ഇതിലെല്ലാം നിങ്ങൾക്ക് വരാൻ പ്രാദേശിക യോഗങ്ങളുമുണ്ട്. വിദേശ രാജ്യങ്ങളിലുള്ള നിങ്ങളുടെ സഹോദരങ്ങളെയും സഹപ്രവർത്തകരെയും നിങ്ങൾ ഈ ഫെലോഷിപ്പിനെ കുറിച്ച് അറിയിക്കുന്നത് നല്ലതാണ്. കാരണം അനേകർ സമാധാനം അനുഭവിക്കട്ടെ, അനേകർ സന്തോഷം അനുഭവിക്കട്ടെ, അനേകർ നിത്യജീവൻ അനുഭവിക്കട്ടെ, അനേകർ ദൈവരാജ്യം പ്രാപിക്കട്ടെ, അനേകർ കുടുംബസമാധാനം അനുഭവിക്കട്ടെ, അനേകർ പാപത്തിൽ നിന്ന് കരകയറട്ടെ. പ്രിയപ്പെട്ടവരെ, അതിനുതകുന്നതായ ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ഒരു സത്യരംഗത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്, ഞാൻ ചേർന്ന് നിൽക്കുന്നത്. ഈ ഡിസംബർ മാസം 31-ാം തീയതി സന്ധ്യയ്ക്ക് വലിയൊരു യോഗം ഞങ്ങളവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങളവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കടന്നു വരണം. ഡിസംബർ 31-ാം തീയതി സന്ധ്യയ്ക്കുള്ള യോഗത്തിൽ. അതുപോലെ അടുത്ത ഏപ്രിൽ മാസത്തിലാണ് ഈ ഫെലോഷിപ്പിൻ്റെ കാൽവരി പ്രേയർ ഫെലോഷിപ്പിൻ്റെ ആനുവൽ കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ളതായ ബുധനാഴ്ച മുതൽ 23-ാം തീയതി ബുധനാഴ്ച മുതൽ 27-ാം തീയതി ഞായറാഴ്ച വരെ ആനുവൽ കൺവെൻഷൻ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ കടന്നു വരണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. കുടുംബമായി നിങ്ങൾ വരിക. നിങ്ങളുടെ കുടുംബം ഒരു സ്വർഗമായി മാറട്ടെ, കുടുംബജീവിതം ഒരു മധുരമായി മാറട്ടെ. അത് ജീവിതത്തിൽ നിങ്ങളുടെ ആത്മാവിന് പ്രയോജനകരമായ ഒരനുഭവമായി മാറട്ടെ ഒരു കുടുംബജീവിതം. സഹോദരങ്ങൾ, ഇതെല്ലാം ഈ ഭൂമിയിൽ വെച്ച് സാധിപ്പിച്ചു തരുന്നവനായ ഒരു നല്ലവനായ ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വായിച്ച വേദഭാഗത്തു നിന്നാണ്
ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നാം വായിച്ചു യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. അതിന് 26-ാമത്തെ വാക്യം എങ്ങനെയാണ്? ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. കർത്താവായ യേശുക്രിസ്തു ഹീസ് എ ഹാർട്ട് സർജൻ. അവൻ ഹൃദയം മാറ്റിത്തരുന്നൊരു ദൈവമാണ്. അവനൊരു ഹൃദയ ശസ്ത്രക്രിയ നടത്തിത്തരുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യരായി നമുക്ക് എല്ലാവർക്കും ആവശ്യം കുറേ രൂപയല്ല. കുറേ രൂപ കിട്ടിയാൽ കുറേ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കിട്ടുമായിരിക്കും താൽക്കാലികമായിട്ട്. ഒരു ജോലി കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു വീടുണ്ടായാൽ, അല്ലെങ്കിൽ ഒരു പരീക്ഷ പാസ്സായാൽ കുറേ പ്രശ്നങ്ങൾ, താൽക്കാലികമായ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വരുമായിരിക്കും. എന്നാൽ മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൻ്റെ ശാശ്വതമായ സമാധാനത്തിനുള്ളതായ വഴി നമ്മുടെ ഒരു പുതിയ ഹൃദയം നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ഒരു പുതിയ ഹൃദയം നമുക്ക് ലഭിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ ഹൃദയമാണ് കർത്താവായ യേശുക്രിസ്തു നമുക്ക് തരുന്നത്. നമ്മുടെ ഹൃദയത്തിനൊരു മാറ്റം വരാതെ നമ്മുടെ യാതൊരു പ്രശ്നത്തിനും പരിഹാരം വരികയില്ല. താൽക്കാലികമായ ചില ആശ്വാസങ്ങളും താൽക്കാലികമായ ചില പോക്കുവഴികളെല്ലാം നമുക്ക് കിട്ടുമെങ്കിലും ഒരു സമാധാനത്തിൻ്റെ ജീവിതം നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്കെല്ലാം ആവശ്യം ഒരു പുതിയ ഹൃദയമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് തരുന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു അവൻ മരിച്ചു എന്ന് അറിഞ്ഞതിൻ്റെ ശേഷം, അവൻ മരിച്ചു എന്നറിഞ്ഞതിൻ്റെ ശേഷമാണ് പടയാളികളിൽ ഒരുത്തൻ ഒരു കുന്തമെടുത്ത് അവൻ്റെ വിലാപ്പുറത്ത് കുത്തിയെന്ന് നാം വായിക്കുന്നു. അവിടെപ്പോഴാണ് രക്തവും വെള്ളവും അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകി. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു അവൻ നമുക്ക് വേണ്ടി മരിച്ചവനാണ്. അവൻ നമുക്ക് വേണ്ടി ഹൃദയം തുളയ്ക്കപ്പെട്ടവനാണ്. നിങ്ങൾക്കറിയാം, കർത്താവായ യേശു അവൻ മരിച്ചതിന് ശേഷം ലോകത്തിൽ ആരും ചെയ്യാത്തൊരു കാര്യം, കർത്താവ് മരിച്ചു, അവനെ അടക്കിയതിൻ്റെ ശേഷം കാലത്ത് അന്നത്തെ സഭയും മതവുമെല്ലാം അന്നത്തെ ഭരണാധികാരിയായ പീലാത്തോസിനോട് പറഞ്ഞു, ശവത്തിന് കാവൽ നിൽക്കണം, കല്ലറ സീൽ ചെയ്യണം. കല്ലറ സീൽ ചെയ്താൽ പോരാ, രാജമുദ്ര വെച്ച് സീൽ ചെയ്യണം. കല്ലറയ്ക്ക് മുദ്ര വെച്ച് സീൽ ചെയ്താലും പോരാ, രാവും പകലും കാവലാക്കണം. കാരണം യേശു ഒരു ചതിയനാണ്. അവനൊരു ചതിയനാണ്. അവൻ ഇനിയും മനുഷ്യനെ ചതിക്കും. മരിച്ചു കഴിഞ്ഞാലും അവൻ ചതിക്കും. ജീവിച്ചിരിക്കുമ്പോൾ അവൻ ചതിയനാണ്, മരിച്ചു കഴിഞ്ഞാലും അവൻ ചതിക്കും. അതുകൊണ്ട് അവൻ്റെ കല്ലറയ്ക്ക് കാവൽ നിർത്തണമെന്ന് അന്നത്തെ സഭയും ആത്മീയരും പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, പീലാത്തോസ് അനുവദിച്ചു. ദൈവത്തിന് സ്തോത്രം. ലോകചരിത്രത്തിൽ കേട്ടിട്ടില്ലാത്തതുപോലെ ശവക്കല്ലറയ്ക്ക് സീൽ ചെയ്തു, ശവക്കല്ലറയ്ക്ക് കാവലും വെച്ചു. എന്തിനു വേണ്ടിയിട്ട്? അവിടെ കിടക്കുന്ന, മരിച്ചു കിടക്കുന്നയാൾ ഉയർത്തെഴുന്നേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എന്താണ് സംഭവിച്ചതെന്നൊക്കറിയാം. ആ കല്ലറ തുറന്നു. പ്രിയപ്പെട്ടവരെ, ആ കല്ലറയെ തുറന്നു. ആ കല്ലറയിൽ കിടന്ന മരിച്ചു എന്ന് പൊന്തിയോസ് പീലാത്തോസിൻ്റെ രാജകൊട്ടാരത്തിലെ രേഖയിൽ എഴുതി വച്ചിരിക്കുന്നതിനായ കർത്താവായ യേശുക്രിസ്തു ആ കല്ലറയെ തകർത്ത് പുറത്തു വന്നു. ദൈവത്തിന് സ്തോത്രം. അവനാണ് കർത്താവായ യേശുക്രിസ്തു. ദൈവമക്കളെ, അവന് ഹൃദയം കുത്തി തുളച്ചതാണ്. അവൻ്റെ ഹൃദയത്തിൽ നിന്ന് രക്തമൊഴുകി പോയതാണ്. പക്ഷേ അവനെ അടക്കി കഴിഞ്ഞിട്ടും അവനെ ചതിയനെന്നാണ് വിളിക്കുന്നത്. അവൻ്റെ പിന്നത്തെ ചതി ആദ്യത്തതിനേക്കാൾ വലുതായിരിക്കുമെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ എല്ലാം തകർക്കാൻ കഴിവുള്ളവൻ, അവൻ കല്ലറയെ തകർത്ത് പുറത്തു വന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. നമുക്കറിയാം, ഏദൻ തോട്ടം ഉണ്ടാക്കിയവനാണ് ദൈവം. ഏദൻ തോട്ടം ഉണ്ടാക്കിയവനാണ് കർത്താവായ യേശുക്രിസ്തു. ഏദൻ തോട്ടം നട്ടവനാണ് ദൈവം. ഏദൻ തോട്ടം ഉണ്ടാക്കിയതിന് ശേഷമാണ് ദൈവം ആദാമിനെയും സൃഷ്ടിച്ചത് തന്നെ. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ
അവന് പാർക്കാൻ കൊള്ളാവുന്നതായ ആ തോട്ടമുണ്ടാക്കി. പിതാക്കന്മാർ അങ്ങനെയാണല്ലോ പാടുന്നത്. ഏദൻ തോട്ടം നട്ടോനെ എന്നാണ് അവർ യേശുവിനെ വിളിക്കുന്നത്. മാത്രമല്ല, ഏദൻ തോട്ടം നട്ടവനായ ദൈവം എൻ്റെ യുവ മണവാളനാണ്, എൻ്റെ മണവാളനാണ് എന്നാണ് സഭ പാടി പഠിപ്പിച്ചത്. സഭയെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. വെറുതെ ഒരു സമൂഹമല്ല, വെറുതെ കുറേ മെമ്പർഷിപ്പുള്ള ആളുകളല്ല യഥാർത്ഥമായ സഭയെന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി ജീവിക്കാൻ ഹൃദയം കൊണ്ട് തീരുമാനമെടുത്തവരാണ് സഭ എന്നറിയപ്പെടുന്നത്. അവർ പാടുന്ന പാട്ടാണ് സഭയെല്ലാം പാടി പഠിപ്പിച്ചത്. പുരാതന ദൈവമക്കളെ, നമുക്കറിയാം സുറിയാനി സഭയിലെ ഗീതമാണ് ഞാൻ പാടാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം വിവാഹ കുദാശയിലെ ഗീതമാണ് ഞാൻ പാടാൻ പോകുന്നത്. ഏദൻ തോട്ടം നട്ടോനെ എന്നുള്ളതായ പാട്ട്. ദൈവമക്കളെ, അത് സത്യമാണെങ്കിൽ നിങ്ങൾക്ക് ആ പാട്ടിൽ ചേർന്ന് പാടാം. എന്താണ് ആ പാട്ട് പാടുന്നത്? നമുക്ക് പാടിയതിന് ശേഷം അല്പനേരം ചിന്തിക്കാം. ഏദൻ തോട്ടം നട്ടോനെ നീയാണൻ യുവമണവാളൻ, നിൻ തോട്ടത്തിലെൻ പേർക്കായി വിശിച്ചിടുക കുളിർത്തന്നൽ. ദൂരെ പോകരുതേ, ഈയുള്ളോനെ തള്ളരുതേ, മണിപ്പാൻ വഴി കാണിച്ച ക്ഷണിച്ചയ്യോ ഞാൻ ചാരി. കർത്താവായ യേശുവും ഞാനും തമ്മിലുള്ള ബന്ധം, അവൻ എന്നെ മാനിക്കുകയും ഞാൻ അവനെ മാനിക്കുകയും ചെയ്യുന്ന ആ ബന്ധമില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. കർത്താവായ യേശുവും ഞാനും തമ്മിലുള്ളതായ ആ സജീവമായ ബന്ധമില്ലെങ്കിൽ മനുഷ്യൻ മരിച്ചു പോകുമെന്ന്. പ്രിയപ്പെട്ടവരെ, ശരീരം മരിക്കുന്ന കാര്യമല്ല പറയുന്നത്, ആത്മാവ് മരിച്ചു പോകും. ആ ബന്ധമുള്ളത് കൊണ്ടാണ് ആത്മാവ് നിലനിൽക്കുന്നത്. കർത്താവായ യേശുവും ഞാനും തമ്മിലുള്ള ആ സജീവമായ ബന്ധം, പ്രിയപ്പെട്ടവരെ, ആ ബന്ധമാണ് മനുഷ്യനെ ആത്മീയമായി ജീവനുള്ളവനാക്കി നിർത്തുന്നത്. വെറുതെ ഒരു നാമധേയ സഭയുടെ ബന്ധമല്ല. ഒരു സഭയോട് ബന്ധമുള്ളത് കൊണ്ട് നാം ആരും ആത്മീയമായി ജീവനുള്ളവരാകുന്നില്ല. ഒരു പ്രസ്ഥാനത്തോട് ബന്ധമുള്ളത് കൊണ്ടോ ഒരു കൂട്ടായ്മയുടെ മെമ്പർഷിപ്പ് കൊണ്ടോ നമുക്കാർക്കും ആത്മീയമായ ഒരു ജീവൻ ഉണ്ടാകുന്നില്ല. ആത്മീയമായ ജീവൻ ഉണ്ടാകുന്നത് ക്രിസ്തുവിനോട് ബന്ധമുണ്ടാകുമ്പോഴാണ്. യേശുവിനോടുള്ള ബന്ധമാണ് നമ്മുടെ ആത്മീയമായ ജീവൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ തിരുവചനം അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു. ദൈവത്തിൻ്റെ വചനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മളിൽ എങ്ങനെയാണ് ദൈവവചനം പ്രവർത്തിക്കുന്നത്? എബ്രായലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ ഉള്ളിൽ, കേൾക്കുന്ന വചനം എന്താണ് ചെയ്യുന്നത്? ഈ വചനം എങ്ങനെയാണ് മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്? എബ്രായലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായി തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ദൈവത്തിൻ്റെ വചനം ഒരു മൂർച്ചയുള്ള ആയുധം പോലെയാണ്. അത് ഷാർപ്പാണ്, മൂർച്ചയുള്ള ആയുധം പോലെ. അത് മുറിക്കുന്നത് മനുഷ്യരായ നമ്മുടെ ഇന്ദ്രിയങ്ങളെ അഥവാ ആസക്തികളെ, നമ്മുടെ ഹൃദയത്തിനകത്തേക്കത് കടന്നു ചെല്ലും. മനുഷ്യൻ്റെ ആ ദൈവത്തിൻ്റെ വചനം, നമ്മൾ ചെവികൾ കൊണ്ട് കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം, ആത്മാവിലുള്ളതായ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിന് അകത്തേക്ക് കടന്നു ചെല്ലുകയും നിൻ്റെ സന്ധിമജ്ജകളെ, മജ്ജ എന്ന് പറഞ്ഞാൽ മാരോ, അവിടെയാണ് രക്തമുണ്ടാക്കുന്നത്. മനുഷ്യരായി നമ്മുടെ രക്തമുണ്ടാക്കുന്നത് അസ്ഥിയുടെ ഉള്ളിലാണ്, നിങ്ങൾക്കറിയാം, മജ്ജയിലാണ്, നിങ്ങൾക്കറിയാം. അവിടേക്കാണ് ദൈവത്തിൻ്റെ വചനം കടന്നു ചെല്ലുന്നത്. രക്തത്തിലേക്കാണ് ദൈവത്തിൻ്റെ വചനം കടന്നു ചെല്ലുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ രക്തത്തിൽ കലരുകയാണ് ചെയ്യുന്നത്. നമ്മുടെ രക്തത്തിൽ കലരുകയാണ്. ചെവിയിൽ കേട്ടിട്ട് ഈ ചെവിയിൽ കൂടെ കേട്ട് ഈ ചെവിയിൽ കൂടെ പോവുകയില്ല ചെയ്യുന്നത്. അത് നമ്മുടെ ആഗ്രഹങ്ങളെ, ഇച്ഛകളെ പിടിച്ചു നിർത്തുന്നു.
മനുഷ്യർ ഇച്ഛയുള്ളവനാണ്, ഇന്ന് നിശ്ചയമുള്ളവനാണ്. മനുഷ്യൻ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഉദ്ദേശിച്ച് ചെയ്യാൻ പ്രാപ്തിയുള്ളവനാണ്. എന്നാൽ നമ്മുടെ ആ ഹൃദയത്തിൻ്റെ ആ കഴിവിനെ ദൈവത്തിൻ്റെ വചനം തുളയ്ക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ രക്തത്തിൽ കലരുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം സന്ധിപഞ്ചങ്ങളെ തുളയ്ക്കുന്നു. മനുഷ്യരായി നമ്മുടെ മനസാക്ഷിയെ പോലും അത് ശുദ്ധീകരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചിന്താഗതിയെ മാറ്റിക്കളയുന്നു ദൈവത്തിൻ്റെ വചനം. വേറെ വായിക്കാം നമുക്ക്. 23 യെരമ്യ പ്രവാചകൻ്റെ പുസ്തകം 23-ാം അധ്യായം 22-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പ്രിയപ്പെട്ടവരെ, നാം വേദപുസ്തകത്തോടടുത്ത് വരണം. ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരമായി വരുന്നത്. ഈ പുസ്തകം കത്തോലിക്ക സഭയിൽ ഒരു വിശുദ്ധനായിരുന്നു ഇഗ്നേഷ്യസ് ലയോള. അദ്ദേഹം പറയും, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എ ക്രിസ്ത്യൻ ഈസ് എ മാൻ വിത്ത് എ ബുക്ക്. ഒരു പുസ്തകമുള്ളവനായി ജീവിക്കുന്നവനാണ് ക്രിസ്ത്യാനി എന്ന്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, എ മാൻ വിത്ത് എ ബുക്ക്. ഈ ബുക്ക് പ്രകാരം ജീവിക്കുന്നവനാണ്, ഈ പുസ്തകപ്രകാരം ജീവിക്കുന്നവനാണ് ക്രിസ്ത്യാനി. അല്ലാതെ ഏതെങ്കിലും ഒരു ചടങ്ങോ ആചാരപ്രകാരം ജീവിക്കുന്നവനല്ല. എ മാൻ വിത്ത് എ ബുക്ക്, ഈ പുസ്തകപ്രകാരം ജീവിക്കുന്നവനാണ് ക്രിസ്ത്യാനി എന്ന് പറയും. പ്രിയപ്പെട്ടവർ, എന്താണ് ദൈവത്തിൻ്റെ വചനം? യെരമ്യ 23-ാം അധ്യായം 22-ാമത്തെ വാക്യം. അവർ എൻ്റെ ആലോചന സഭയിൽ നിന്നിരുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ നിന്നിട്ട് ലഭിക്കുന്നതായി ദൈവത്തിൻ്റെ വചനം, എൻ്റെ വചനങ്ങളെ എൻ്റെ ജനത്തെ കേൾപ്പിച്ച്, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ നിന്നുള്ള വചനം ഏതെങ്കിലും ഒരു ദൈവദാസൻ്റെ നാവിൽ കൂടെ നിങ്ങൾക്ക് കേൾക്കാൻ ഇടവരുമ്പോൾ എന്താ ലഭിക്കുന്നത്? അവരുടെ ആകാത്ത വഴിയിൽ നിന്നും അവരുടെ പ്രവൃത്തികളുടെ ദോഷത്തിൽ നിന്നും തിരിപ്പിക്കുമായിരുന്നു. ദൈവത്തിൻ്റെ വചനം മനുഷ്യരായി നമ്മളെ ആകാത്ത വഴികളിൽ നിന്നും, പിന്നെ അവരുടെ പ്രവൃത്തികളുടെ ദോഷത്തിൽ നിന്നും തിരിപ്പിക്കുമായിരുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മളെ ആകാത്ത വഴികളിൽ നിന്ന് നമ്മുടെ കാലുകളെ മാറ്റിത്തരും. ദൈവത്തിൻ്റെ വചനം നമ്മുടെ തെറ്റായ ചിന്താഗതികളെ മാറ്റിത്തരും. ജ്ഞാനിയായ ശലോമോൻ്റെ പുസ്തകം 9-ാം അധ്യായം, സഭാപ്രസംഗി 9-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ, അന്നത്തെ രാജാവാണ് ശലോമോൻ, രാജാവായ ശലോമോൻ തൻ്റെ ആ പ്രജകളിൽ കണ്ട കാര്യം, തൻ്റെ ജീവിതത്തിലും കണ്ട കാര്യം പറയുന്നുണ്ട്. 9:12, സഭാപ്രസംഗി 9:12. മനുഷ്യൻ തൻ്റെ കാലം അറിയുന്നില്ലല്ലോ, മനുഷ്യൻ തൻ്റെ കാലം അറിയുന്നില്ലല്ലോ. വല്ലാത്ത വലയിൽ പിടിപ്പെടുന്ന മത്സ്യങ്ങളെ പോലെയും, വലയിൽ കുടുങ്ങിപ്പോകുന്ന മത്സ്യങ്ങളെ പോലെയും, കെണിയിൽ അകപ്പെടുന്ന പക്ഷികളെ പോലെയും, പക്ഷിയെ പോലെയും മനുഷ്യർ പെട്ടെന്ന് വന്നു കൂടുന്ന ദുഷ്കാലത്ത് കെണിയിൽ കുടുങ്ങിപ്പോകുന്നു. മനുഷ്യൻ കെണിയിൽ പെട്ടുപോകുന്നവനാണ്. ദൈവമക്കളെ, മനുഷ്യരായി നാം കെണിയിൽ പെട്ടുപോകുന്നവരാണ്. മത്സ്യം എങ്ങനെയാണ് കെണിയിൽപ്പെടുന്നത്? മത്സ്യം അതിൻ്റെ ഉപജീവനത്തിന് വേണ്ടി അതിൻ്റെ ആഹാരത്തിന് തേടുകയാണ്. ആഹാരം തേടുമ്പോൾ അറിയാതെയാണ് ചൂണ്ടയിൽ ചെന്ന് കൊത്തുകയാണ് ചെയ്യുന്നത്. ആഹാരം തേടുന്നതിനിടയിൽ അത് കെണിയിൽപ്പെടുന്നു. മത്സ്യം എങ്ങനെയാണ്, അതുപോലെ പക്ഷി എങ്ങനെയാണ് വലയിൽപ്പെടുന്നത്? അതിൻ്റെ സാധാരണ ജീവിതം നയിക്കുമ്പോൾ, അത് നടന്നു പോകുമ്പോൾ അത് കെണിയിൽപ്പെടുകയാണ്. ഏതെങ്കിലും പ്രത്യേകമായ തെറ്റായ കാര്യം ചെയ്യാൻ പോകുമ്പോഴല്ല മനുഷ്യൻ കെണിയിൽപ്പെടുന്നത്. അവൻ്റെ സാധാരണ ജീവിതത്തിനിടയ്ക്ക് സാധാരണ പോലെ ജീവിച്ചു പോകുമ്പോൾ, ഒരു സാധാരണ ജീവിതത്തിനിടയ്ക്ക് ഉപജീവനത്തിന് വേണ്ടി ആളുകൾ കൂടി ജോലി ചെയ്യുന്നു, കൂടെ ജീവിക്കുന്നു, കൂടെ താമസിക്കുന്നു, ഹോസ്റ്റലിൽ താമസിക്കുന്നു, കൂട്ടുകാരുകൂടി നടക്കുന്നു. പ്രിയപ്പെട്ടവർ, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. ആ സാധാരണ ജീവിതത്തിനിടയ്ക്ക് മനുഷ്യൻ ഓരോരോ കെണികളിൽ പെട്ടുപോവുകയാണ് ചെയ്യുന്നത്. മത്സ്യം ആ ചൂണ്ടയിൽ കൊത്തുന്നത് പോലെ, പക്ഷി കെണിയിൽപ്പെടുന്നത് പോലെ മനുഷ്യരായി നാം അറിയാതെ പാപത്തിൽ പെട്ടുപോവുകയാണ് ചെയ്യുന്നത്. എല്ലാവരും അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുന്നവരല്ല, എല്ലാവരും അറിഞ്ഞുകൊണ്ട് ജീവിതം നശിപ്പിക്കുന്നവരല്ല, എല്ലാവരും അറിഞ്ഞുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ തകർക്കുകയല്ല ചെയ്യുന്നത്. ഒരു ദോഷവും വരില്ലാന്ന് വിചാരിക്കുന്ന കാലത്ത് ഒരു തെറ്റായ കാര്യമല്ല എന്ന് ചിന്തിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചടി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്.
അങ്ങനെ മനുഷ്യരായി നാം ജീവിതത്തിൽ തിരിച്ചടികളിലൂടെ നമ്മുടെ ജീവിതത്തെ താറുമാറാക്കി കളയുക ചെയ്യുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, സുവിശേഷം ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിലും എല്ലാവർക്കും സുവിശേഷം ഇഷ്ടമാണോ? ക്രിസ്ത്യാനികളുടെ പുസ്തകമാണ് വേദപുസ്തകം എന്നാണ് പറയപ്പെടുന്നത്. എല്ലാ ക്രിസ്ത്യാനിക്കും വേദപുസ്തകം ഇഷ്ടമാണോ? എല്ലാ ക്രിസ്ത്യാനികൾക്കും വേദപുസ്തകം വായിക്കുന്നത് ഇഷ്ടമാണോ? വാങ്ങുന്നത് ഇഷ്ടമാണോ? വാങ്ങി മക്കൾക്ക് കൊടുക്കാൻ ഇഷ്ടമുണ്ടോ? സ്വന്തം മക്കൾക്ക് വാങ്ങി കൊടുക്കാൻ താല്പര്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഏറ്റവും ദയനീയമായ അവസ്ഥ, അതൊന്നും വായിക്കാനും ഇഷ്ടമില്ല, അത് സ്വന്തം മക്കൾക്ക് വാങ്ങിക്കൊടുക്കാൻ പോലും താല്പര്യമില്ല. വേദപുസ്തകം മക്കൾക്കോ കുടയോ ചെരുപ്പോ എന്തെല്ലാം മേടിച്ചു കൊടുക്കും, അവർക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം മേടിച്ചു കൊടുക്കും. എന്നാൽ സ്വന്തം മക്കൾക്ക് ഒരു വേദപുസ്തകം മേടിച്ചു കൊടുക്കാനുള്ള താല്പര്യവും ഉത്സാഹവും അനേക അപ്പന്മാർക്കും അമ്മമാർക്കും ഇല്ല. അതില്ല. കാരണം അവർക്ക് വേദപുസ്തകത്തോട് അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ മക്കളെയും അവർ പഠിപ്പിക്കുന്നില്ല. ഇതാണ് ഇന്ന് ക്രൈസ്തവൻ്റെ ദയനീയ അവസ്ഥ. എല്ലാവർക്കും ഈ വചനം ഇഷ്ടമാണോ? ഇഷ്ടമല്ല. നമുക്കറിയാം, ഇന്നലെ നാം ചിന്തിച്ചതാണ്, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവ ശക്തിയുമാകുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ദൈവത്തിൻ്റെ വചനം ഇഷ്ടമല്ല. പക്ഷേ അത് രക്ഷയുടെ സന്തോഷം, ആ വചനത്തിൻ്റെ ശക്തി, യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞവർക്ക്, ഈ വചനത്തിൽ എന്താണുള്ളത്, ഈ വചനം ഹൃദയത്തിൽ വന്നാൽ എന്താണ് ലഭിക്കുക എന്ന് അറിഞ്ഞവർക്ക്, പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ സമാധാനമാണ്, ആശ്വാസമാണ്. ദൈവപ്രതിമയാകുന്ന ക്രിസ്തുവിൻ്റെ തേജസ്സേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ ദൈവം പിശാച്. 2 കൊരിന്ത്യർ 4:4 ഞാൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ ദൈവം പിശാചാണ്. ഈ ലോകത്തിൻ്റെ ദൈവം, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ ദൈവം എന്നറിയപ്പെടുന്നത് ദുഷ്ടനായ പിശാചാണ്. ഈ ലോകത്തിൻ്റെ ദൈവം ഇന്ന് അനേക ക്രിസ്ത്യാനികളുടെ ഹൃദയം പോലും, അനേക ദമ്പതികളുടെ ഹൃദയം പോലും, അനേക മാതാപിതാക്കന്മാരുടെ ഹൃദയം പോലും കുരുടാക്കിയിരിക്കുകയാണ്. അവരുടെ മനസ്സ് കുരുടായി കിടക്കുകയാണ്. അതുകൊണ്ട് ദൈവപ്രതിമയാകുന്ന ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള ശക്തിയുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം, അതിൻ്റെ വെളിച്ചം മനുഷ്യഹൃദയത്തിലേക്ക് കടന്നു വരുന്നില്ല. അത് വായിച്ചാൽ മനസ്സിലാകുന്നില്ല എന്നാണ് പറയുന്നത്. അത് വായിച്ചാൽ മനസ്സിലാകുന്നില്ല, ഒന്നും ഗ്രഹിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? അതിൻ്റെ പിന്നിൽ ദുഷ്ടനായ പിശാചാണുള്ളത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മനുഷ്യൻ വചനമില്ലാതെ ജീവിക്കുന്ന കാലമാണ്. വചനത്തിൻ്റെ ശക്തി എന്തെന്ന് അറിയാതെ ജീവിക്കുന്ന കാലമാണ്. വചനത്തിലൂടെ എന്താണ് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കാതെയാണ് മനുഷ്യൻ ഭോഗപ്രിയരായി ജീവിക്കുന്നുവെന്ന് പറയും. തിമോത്തിയോസിന് അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 2 തിമോത്തിയോസ് 3-ാം അധ്യായം ആദ്യത്തെ 4 വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. എന്താണ് ഇവിടെ പറയുന്നത്? അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദുഷ്കന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായ ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, അത് തന്നെയല്ലേ ഇന്നത്തെ അവസ്ഥ. ഭക്തിയുടെ വേഷം, അതിൻ്റെ ശക്തിയെ ത്യജിച്ചു കളയുന്നു. സഭാഭക്തിയുണ്ട്, പള്ളിഭക്തിയുണ്ട്, എന്നാൽ ദൈവഭക്തിയില്ല. മദ്യപ്രിയരാണ് പ്രിയപ്പെട്ടവരെ, അവിഹിതപ്രിയരാണ്. കുടുംബങ്ങളിൽ സമാധാനമില്ല. ദൈവം തന്നതിൽ സന്തോഷിക്കാനായിട്ട് സാധിക്കുന്നു പോലുമില്ല. അങ്ങനെയുള്ളതായ മനുഷ്യരായ നമ്മളുടെ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു എന്താണ് ചെയ്യുന്നത്? ആ നല്ലവനായ യേശുക്രിസ്തു അങ്ങനെയുള്ള മനുഷ്യരായി നമുക്ക്, അവൻ നമ്മുടെ ഹൃദയത്തിന് ഒരു മാറ്റം തരികയാണ് ചെയ്യുന്നത്. ആ ഹൃദയമാറ്റത്തിലൂടെയാണ് മനുഷ്യൻ യഥാർത്ഥമായ സമാധാനത്തിലേക്ക് കിടക്കുന്നത്, സന്തോഷത്തിലേക്ക് കിടക്കുന്നത്, കുടുംബജീവിതം മധുരമായി കിട്ടുന്നത്,
പാപത്തിന് മേൽ ജയം കിട്ടുന്നത്, പാപം കൂടാതെ ജീവിക്കാൻ സാധിക്കുന്നത്, അവസാനം നാം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതും പ്രിയപ്പെട്ടവരെ കർത്താവ് തരുന്നതായ ഒരു പുതിയ ഹൃദയമാണ്. നമുക്കറിയാം, നമുക്കെല്ലാം ഒരു ഹൃദയമുണ്ട്. അതുകൊണ്ടാണ് ഈ ശരീരം നിലനിൽക്കുന്നത് തന്നെ. രക്തം പമ്പ് ചെയ്യുന്ന ഒരു ഹൃദയം നമുക്കെല്ലാം ഉണ്ട്. എന്നാൽ നമുക്കെല്ലാം മറ്റൊരു ഹൃദയമുണ്ട് വാസ്തവത്തിൽ. ആ ഹൃദയമെന്ന് പറയുന്നതാണ് അനേകരുടെ ആ ഹൃദയം പിശാച് കുരുടാക്കി കളഞ്ഞിരിക്കുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ഒന്നും അവയവങ്ങളിലേക്ക് ഒരു വിശുദ്ധ ചിന്ത വരുന്നില്ല. നമ്മുടെ കണ്ണ് അരുതാത്തത് നോക്കരുത് എന്നുള്ളതായ ഒരാഗ്രഹം കണ്ണിൽ ലഭിക്കുന്നില്ല. അരുതാത്തത് കുടിക്കരുത് എന്നുള്ളതായ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നില്ല. അവസരം കിട്ടിയാൽ പാപം ചെയ്യുക, പാപം ആസ്വദിക്കുക, അവസരം കിട്ടിയാൽ പാപത്തിനുള്ള അവസരം മുടക്കാതിരിക്കുക, ഈ തരത്തിലുള്ളതായ ഒരു മനോഭാവത്തിലേക്ക് ദുഷ്ടനായ പിശാച് മനുഷ്യരായി നമ്മളെ മാറ്റിമറിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യഹൃദയം ഏറ്റവും കഠിനമായി പോകുന്ന ചില സമയങ്ങളുണ്ട്, ചില അവസ്ഥകളുണ്ട്. ഒന്നാമത് വേദപുസ്തകം പഠിപ്പിക്കുന്നു, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മനുഷ്യഹൃദയം ഏറ്റവും കഠിനപ്പെടുന്നത് അവൻ്റെ വിവാഹം കഴിയുമ്പോഴാണ്. വിവാഹം കഴിയുമ്പോഴാണ് പലപ്പോഴും മനുഷ്യഹൃദയം ഏറ്റവും കഠിനപ്പെട്ടു പോകുന്നത്. നമുക്കത് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 8-ാമത്തെ വാക്യം. അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശെ അനുവദിച്ചത്. പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിയുമ്പോഴാണ് പലപ്പോഴും മനുഷ്യഹൃദയം ഏറ്റവും കഠിനപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. സ്വന്തം ഭാര്യയെ ഉപേക്ഷിക്കണം, ആ ബന്ധത്തെ ഉലയ്ക്കണം, ആ ബന്ധം എങ്ങനെയെങ്കിലും ഒഴിവായി കിട്ടണം. പ്രിയപ്പെട്ടവരെ, അത് വേറെ ഒരു കാരണമില്ല, ക്രൈറ്റീരിയ ഒന്നുമല്ല. സ്വന്തം ഹൃദയം ദൈവം തന്നത് ആ ബന്ധത്തെ ഉലയ്ക്കുവാനുള്ളതായ ഒരു ശക്തമായ പ്രേരണ ദുഷ്ടഹൃദയ മനുഷ്യന് കൊടുക്കുന്നുണ്ട്. മനുഷ്യഹൃദയം ഏറ്റവും കഠിനപ്പെട്ടു പോകുന്നത് അവൻ്റെ വിവാഹത്തിന് ശേഷമാണ്. ആ വിവാഹ ബന്ധത്തിലാണ് ആ കഠിന ഹൃദയം എപ്പോഴും വന്ന് പ്രവർത്തിക്കുന്നത്. ഭാര്യയെ ഉപേക്ഷിക്കണം, ആ ബന്ധത്തെ താറുമാറാക്കണം എപ്പോഴും. എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ സംശയരോഗം, സംശയിക്കണം, സ്നേഹത്തിലേക്ക് വരാതിരിക്കണം. പ്രിയപ്പെട്ടവരെ, കാരണം അതിനുള്ളതായ താല്പര്യം കുറഞ്ഞു പോയി. നമുക്കറിയാം, വേദപുസ്തകത്തിൽ ഫറവോ എന്ന് പറയുന്ന രാജാവുണ്ട്. ഫറവോ രാജാവ്, മിസ്രൈമിലെ ഫറവോ. മോശയുടെ കാലത്ത് മിസ്രൈമിലെല്ലാം തവള കയറി എല്ലാം, വീട്ടിലെല്ലാം തവള, ബെഡ്റൂമിലും കൂടെ തവള കയറി. ആ കാലത്ത് ഫറവോൻ്റെ കിടപ്പ് മുറിയിലും തവള കയറി. അപ്പോൾ മോശ ചെന്ന് ഫറവോനോട് ചോദിച്ചു, ഈ തവള എപ്പോഴാണ് മാറിപ്പോകേണ്ടതെന്ന്, ബെഡ്റൂമിൽ നിന്ന് എപ്പോഴാണ് തവളയെ മാറ്റേണ്ടതെന്ന്. പ്രിയപ്പെട്ടവരെ, എന്താ ഫറവോൻ പറഞ്ഞത്? നാളെ മാറ്റിയാൽ മതിയെന്ന്. എന്നുവെച്ചാൽ ഇന്ന് ബെഡ്റൂമിൽ തവള പാർത്തോട്ടെ. പ്രിയപ്പെട്ടവരെ, കാരണം ആ ജീവിതത്തിൽ ആ സന്തോഷമില്ല. ബെഡ്റൂമിൽ ഇന്ന് തവളയാണ്, ഇന്ന് മാറ്റിത്തരാമെന്നാണ് മോശ പറയുന്നത്. പക്ഷേ ഇന്ന് മാറ്റണ്ട, ഇന്ന് അവിടെ കിടന്നോട്ടെ എന്ന്. ദൈവമക്കളെ, അതുപോലെ മനുഷ്യന് ദൈവം തന്നതിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല, ദൈവം തന്നതിൽ സന്തോഷം തോന്നുന്നില്ല. എങ്ങനെയും ആ ബന്ധം ഒലയ്ക്കുന്നതിലാണ് പലപ്പോഴും സാധ്യം തോന്നുന്നത്. മനുഷ്യഹൃദയം കഠിനപ്പെട്ടു പോകുന്നൊരവസ്ഥ, ദൈവം തന്നതിൽ സന്തോഷിക്കാൻ കഴിയാത്തൊരവസ്ഥ, കുടുംബങ്ങളിൽ ഐക്യം വരാത്തൊരവസ്ഥ. ദൈവത്തിന് സ്തോത്രം. മനുഷ്യഹൃദയം കഠിനപ്പെട്ടു പോകുന്ന ഒന്നാമത്തെ അവസ്ഥ നാം മനസ്സിലാക്കുന്നത് ഈ കുടുംബങ്ങളിലാണ്. ദൈവമക്കളെ, നമ്മുടെയെല്ലാം കുടുംബങ്ങൾ എങ്ങനെയുണ്ട്? കുടുംബത്തിൽ സമാധാനമാണോ? അവിടെ ഐക്യമാണോ? അവിടെ സ്നേഹമാണോ? അതനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഫെലോഷിപ്പിൽ കടന്നു വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഞാനെല്ലാം അനുഭവിക്കുന്ന ആ ഒരു സന്തോഷമുണ്ട്. അത് ദൈവം തന്ന പുതിയ ഹൃദയം കൊണ്ട് കിട്ടിയൊരു സന്തോഷമാണ്. അല്ലാതെ ഭാര്യയുടെയോ എൻ്റെയോ പ്രത്യേകിച്ച് യോഗ്യത ഒന്നും കൊണ്ടല്ല. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ മധുരമാക്കി തന്നു. എൻ്റെ ഭാര്യ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ. മാത്രമല്ല, ഞാനിവിടെ കാണുന്ന എത്രയോ സഹോദരങ്ങൾ
ഈ ഫെലോഷിപ്പിൽ ഞാൻ എത്രയോ സഹോദരങ്ങളെ കാണുന്നു. ഹൃദയം കൊണ്ട് ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ. എൻ്റെ ഭാര്യ സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഭർത്താവ്, എൻ്റെ ഭർത്താവ് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഭാര്യമാർ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ അങ്ങനെ ഒരു ഭർത്താവാണോ? നിങ്ങളുടെ ഭാര്യ സ്വർഗത്തിലെത്തണം എന്നാഗ്രഹിക്കുന്നൊരു ഭർത്താവാണോ? സഹോദരിമാരെ, നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നൊരു ഭാര്യയാണോ? എൻ്റെ ഭർത്താവ് സ്വർഗത്തിലെത്തണം. ദൈവമക്കളെ, ഈ ബന്ധം, ഈ മനുഷ്യഹൃദയത്തിൽ ഈ ഹൃദയമാറ്റം കിട്ടുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ളതായ ആ ജീവിതത്തിൻ്റെ മധുരം അനുഭവിക്കാൻ പറ്റുന്നത്. അനേകരും ചത്തതിനൊക്കുമേ ജീവിക്കുന്നു എന്നുള്ള രീതിയിൽ ജീവിക്കുന്നവരാണ്. കാരണം അവരുടെ ഹൃദയത്തിൽ പല പല ദോഷങ്ങൾ കിടക്കുകയാണ്, സംശയ വിചാരങ്ങൾ കിടക്കുകയാണ്, പഴയ ആസക്തികൾ കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നിലും തൃപ്തിയില്ലാതെ കിടക്കുകയാണ്. അതെല്ലാം മാറ്റിക്കിട്ടുന്നത് മനുഷ്യൻ്റെ ഹൃദയം മാറണം. ഹൃദയം മാറിയാൽ മാത്രമേ സഹോദരങ്ങളെ നമ്മുടെയെല്ലാം കുടുംബം സമാധാനമുള്ളതാകുകയുള്ളൂ. രണ്ടാമത്, മനുഷ്യഹൃദയത്തിൽ കാഠിന്യം സംഭവിക്കുന്നത് പണത്തോടുള്ള ബന്ധത്തിലാണ്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം എടുക്കാം, അതിൻ്റെ 17-ാം അധ്യായം എടുക്കാം. 17-ാം അധ്യായം 9-ാമത്തെ വാക്യം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ? യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ഹൃദയം കഠിനപ്പെട്ടു പോകുന്നൊരവസ്ഥ പണത്തോടുള്ള ബന്ധത്തിലാണ്. പണം അത് വാരിക്കൂട്ടണം. അതെനിക്ക് ഏത് രീതിയിലായാലും വേണം, അത് അന്യായമായിട്ടായാലും വേണം, ഏത് രീതിയിലായാലും എനിക്ക് പണം വേണം. ധനത്തോടുള്ള ബന്ധത്തിലാണ് മനുഷ്യഹൃദയം കഠിനപ്പെട്ടു പോകുന്നത്. എന്നാൽ ദൈവവചനം ഓർപ്പിക്കുന്നു. അതിൻ്റെ 17-ാമത്തെ ആ അധ്യായം തന്നെ 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കൂ. 11-ാമത്തെ വാക്യം. ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ താൻ ഇടാത്ത മുട്ട പൊരുന്നിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാകുന്നു. അവൻ്റെ മധ്യായുസിങ്കൽ അത് അവനെ വിട്ടുപോകും. പ്രിയപ്പെട്ടവരെ, പണത്തിൻ്റെ പ്രത്യേകത അതാണ്. അത് അന്യായമായിട്ടുള്ളതായ പണമാണെങ്കിൽ അത് നിങ്ങളെ ലജ്ജിപ്പിക്കും. നിങ്ങളുടെ ആയുസ്സിൻ്റെ മധ്യത്തിൽ അത് നിങ്ങളെ വിട്ടുപോകും. അതാണ് പണത്തോടുള്ള പ്രമാണം. അതാണ്, ഒന്നുകിൽ നിങ്ങളുടെ ആയുസ്സിൻ്റെ മധ്യത്തിൽ പണം പോകും, അല്ലെങ്കിൽ പണത്തിൻ്റെ നടുവിൽ നിങ്ങളുടെ ആയുസ് പോകും. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഒരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വളഞ്ഞു. അയ്യോ, എൻ്റെ കളപ്പുരകൾ പൊളിച്ച് ഞാൻ എൻ്റെ കളപ്പുരകളെ വലുതാക്കി എൻ്റെ ഏറിയ ആണ്ടുകൾക്ക് വേണ്ടതായ സമ്പാദ്യം എനിക്ക് കിട്ടിയിരിക്കുന്നുവെന്ന് ഒരു മനുഷ്യൻ പറയുന്നുണ്ട്. കർത്താവ് എന്താണ് പറഞ്ഞത്? ഇന്ന് രാത്രി നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ സ്വരുക്കൂട്ടി വെച്ചത് ആർക്കാകും? പ്രിയപ്പെട്ടവരെ, പണത്തിൻ്റെ ഒരു പ്രമാണം നിങ്ങളാരും മറന്നു പോകരുത്. അത് അന്യായമായിട്ടാണ് നിങ്ങൾക്കുണ്ടാക്കിയതെങ്കിൽ ആയുസ്സിൻ്റെ മധ്യത്തിൽ അത് നഷ്ടപ്പെടും. അത് ന്യായമായിട്ടായാലും കൃഷിഭൂമിയിൽ നിന്നുണ്ടായതായാലും പണം നിങ്ങളുടെ പ്രമാണമാണെങ്കിൽ അതിൻ്റെ ആ നിറവിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ ആയുസ് പണത്തിൻ്റെ നടുവിൽ അത് നഷ്ടപ്പെട്ടു പോകും. കാരണം ദൈവമക്കളെ, ഇതെല്ലാം ദൈവം തന്നാലേ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നമ്മളുടെ ഹൃദയം കഠിനപ്പെട്ടു പോകരുത്. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചതായ വിഷയം. ദൈവമക്കളെ, ഹൃദയകാഠിന്യം അനേകരുടെയും കുടുംബം തകർന്നു കിടക്കുകയാണ്. കുടുംബം തകർന്നു കിടക്കുന്നൊരവസ്ഥയാണ്. അതിൻ്റെ എല്ലാം കാരണം ഹൃദയം കഠിനപ്പെട്ടു പോവുകയാണ്. അതാര് മാറ്റിത്തരും? ഹൃദയത്തിൻ്റെ കാഠിന്യം ആര് മാറ്റിത്തരും? പള്ളിയിൽ പോയി വഴിപാട് കഴിച്ചാൽ മാറുമോ? പെരുന്നാൾ ഏറ്റു കഴിച്ചാൽ മാറുമോ? പ്രിയപ്പെട്ടവരെ, തീർത്ഥാടനം നടത്തിയാൽ മാറുമോ? പണം കിട്ടിയാൽ മാറുമോ? ഒരു കാലത്ത് മാറുകയില്ല. കീരിയും പാമ്പും പോലെ കഴിയുന്ന മനുഷ്യഹൃദയങ്ങൾ രൂപാന്തരപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എത്രയോ മനുഷ്യഹൃദയങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഒരു കാലത്തും ചേരില്ല എന്ന് വിചാരിച്ചിരുന്നവർ സ്നേഹത്തിൽ കഴിയുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ധൈര്യമായി നിങ്ങളെ വിളിക്കുന്നത് ഈ ഫെലോഷിപ്പിലേക്ക് വരാനായിട്ട്. കാരണം ഇന്ന് ഏറ്റവും വെറുക്കപ്പെടുന്ന ബന്ധം പോലും നിങ്ങൾക്ക് മധുരമായി മാറിക്കിട്ടും.
കാരണം കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ഹൃദയത്തിൻ്റെ പ്രശ്നമാണിതെല്ലാം. ആ ഹൃദയം മാറിയാൽ മാത്രമേ, പ്രിയപ്പെട്ടവരെ, ഹൃദയം മനുഷ്യൻ ദൈവത്തിന് കൊടുക്കുന്നില്ല. ദേവാലയത്തിൽ പോകുന്നവരുണ്ട്, പണം കൊടുക്കുന്നവരുണ്ട്, ദേവാലയത്തിൽ പണം കൊടുക്കുന്നവരുണ്ട്, വഴിപാട് കൊടുക്കുന്നവരുണ്ട്. പക്ഷേ മനുഷ്യൻ അവൻ്റെ ഹൃദയം ദൈവത്തിന് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നു, നിൻ്റെ ഹൃദയം എനിക്ക് തരിക എന്ന്. പ്രിയപ്പെട്ടവരെ, ഹൃദയം ദൈവത്തിന് കൊടുക്കുന്നില്ല മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. അതിനാണ് സമർപ്പണമെന്ന് പറയുന്നത്. ഹൃദയം ദൈവത്തിന് കൊടുക്കുക. ദാവീദെല്ലാം, ദാനിയേലും യൗസേപ്പും ഭക്തന്മാരുടെ പ്രത്യേകത അതാണ്. അവരുടെ ഹൃദയം അവർ ദൈവത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരിക്കൽ ഒരാമയും ഒരു കുരങ്ങും കൂടെ ഒരു പുഴയരികത്ത്, ആമയും കുരങ്ങും കൂടെ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വന്ന ഒരു വാഴക്കൊല എടുത്തു. ഒരു വാഴ ഇങ്ങനെ വെള്ളത്തിലൂടെ ഒഴുകി വരിക. ആമയും കുരങ്ങും കൂടെ ആ വാഴ വലിച്ച് കരയെ കയറ്റി. ഒരു കഥയാണ് കേട്ടോ, വെറും കഥയാണ്. രണ്ടുപേരും കൂടെ തീരുമാനിച്ചു, നമുക്കിത് പങ്കിട്ടെടുക്കാം. ഈ വാഴ, ഈ കുലച്ച വാഴ നമുക്ക് പങ്കിട്ടെടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കുരങ്ങൻ പറഞ്ഞു, അതിൻ്റെ മുകൾ വശം എനിക്ക് മതി, അത് പകുതി വെച്ച് മുറിക്കണം, അതിൻ്റെ മുകൾ വശം എനിക്ക് വേണം, പഴമുള്ള വശം അതിന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആമയ്ക്ക് എന്ത് കിട്ടി? അതിൻ്റെ വിത്തുള്ള വശം ആമയ്ക്ക് കിട്ടി. കുഴപ്പമില്ല. കുരങ്ങൻ കൊണ്ടുപോയി അത് കുഴിച്ചിട്ടു. അത് പെട്ടെന്ന് കാച്ചു, പഴുത്തു, അതിൻ്റെ പഴമുണ്ടായി. കുരങ്ങനത് തിന്നു. അത് മുളച്ചു വരുമെന്ന് ഓർത്ത് കുരങ്ങൻ കാത്തിരുന്നു. മുളയ്ക്കുമോ? മുളയ്ക്കത്തില്ല. ആമ കൊണ്ടുപോയി അതിൻ്റെ വിത്തുള്ള ഭാഗം കുഴിച്ചിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മുളച്ചു വന്നു. പ്രിയപ്പെട്ടവരെ, ആ വിത്തുള്ള ഭാഗം കുഴിച്ചിട്ടാൽ മാത്രമേ അത് മുളച്ചു വരികയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്തിനാണ് പറഞ്ഞതെന്നറിയാവോ? നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവാകുന്ന വിത്ത് നമ്മുടെ ഉള്ളിൽ വന്നിട്ട് നാം എല്ലാവരും ഈ ഭൂമിയിൽ അടക്കപ്പെടാനുള്ളവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭൂമിയിൽ അടക്കപ്പെടാനുള്ളവരാണ് നാം ആരും ഈ ഭൂമിയിൽ സ്ഥിരവാസമുള്ളവരല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം നമ്മളെ എവിടെയെങ്കിലും അടക്കും, നമ്മളെ കല്ലറയിലടക്കും. ആ അടക്കത്തിന് ശേഷം നാം എഴുന്നേറ്റ് വരണമെങ്കിൽ നമ്മുടെ അകത്ത് വിത്തുണ്ടായിരിക്കണം, ക്രിസ്തു ഉണ്ടായിരിക്കണം. വിത്തുണ്ടെങ്കിൽ മാത്രമേ മുളച്ചു വരികയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മരണത്തിന് മുമ്പ് നമ്മുടെ അകത്ത് ക്രിസ്തു കടന്നു വരണം. എങ്കിൽ മാത്രമേ മരണം കഴിഞ്ഞ് നമ്മളെ വിതച്ചാൽ, കുഴിയിൽ വെച്ചാൽ നാം എഴുന്നേറ്റ് വരികയുള്ളൂ. ആ അനുഭവത്തിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ആ അനുഭവത്തിനാണ് ബോൺ അഗൈൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. വിത്തുള്ള മനുഷ്യനായി തീരുക. അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്? പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് വന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ മനുഷ്യഹൃദയത്തിലെ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിച്ച് നമ്മളെ വിത്തുള്ള മനുഷ്യനാക്കി മാറ്റുക. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് മനുഷ്യൻ മരണം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുന്നത്. ആ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് ക്രിസ്തു ഹൃദയത്തിലേക്ക് വരണം, യേശു ഹൃദയത്തിലേക്ക് വരണം. ഞാൻ മനസ്സാന്തരപ്പെട്ട ദിവസം, പ്രിയപ്പെട്ടവരെ, ഞാൻ വേറെ സ്നാനമൊന്നും എടുത്തില്ല, അതുപോലത്തെ യാതൊരു ചടങ്ങിലേക്കും പോയില്ല. നിങ്ങൾ ഒരാളെപ്പോലെ ഇരുന്ന് ഞാൻ വചനം കേട്ടു. ഞാൻ ഇന്നലെ എൻ്റെ അനുഭവ സാക്ഷ്യം പറയുകയുണ്ടായി. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയമേ ഉള്ളൂ, കർത്താവായ യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണം, യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് വരണം. ഞാൻ ഹൃദയം യേശുവിന് കൊടുത്തിട്ടില്ല, പക്ഷേ എൻ്റെ ഹൃദയം ചീത്തയാണെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ കൗശലമുണ്ട്, അവിടെ വ്യാജമുണ്ട്, അവിടെ എഴുതാത്തത് പലതുണ്ട്, മദ്യാസക്തിയുണ്ട്, മദ്യപാനമുണ്ട്, എല്ലാ ദോഷങ്ങളുമുണ്ട്. പക്ഷേ ഞാൻ യേശുവിനെ ഹൃദയത്തിലേക്ക് വിളിച്ചു. ക്രിസ്തു എൻ്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ട്, ബാല്യം മുതലേ പള്ളിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഓർമ്മയുള്ള കാലം, എനിക്ക് ഓർമ്മയുണ്ടാകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പള്ളിയിൽ കൊണ്ടുപോയി എന്നെ മാമോദീസ മുക്കിയതാണ്. പക്ഷേ ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ട്, എല്ലാ ചടങ്ങുകളും ആചരിച്ചിട്ടുണ്ട്.
പ്രിയപ്പെട്ടവർ, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ യേശുവില്ല. ആ ബോധമാണ് അന്നത്തെ വചനശുശ്രൂഷ എനിക്ക് തന്നത്. എൻ്റെ ഹൃദയത്തിൽ വിത്തില്ല. എന്നെ കുഴിച്ചിട്ടാൽ മുളയ്ക്കാനൊന്നും ഉണ്ടാവില്ല. മരണം കഴിഞ്ഞ് എന്നെ അടക്കിയാൽ എഴുന്നേറ്റ് വരാനൊന്നും ഉണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവമക്കളെ ക്രിസ്തുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് വിളിച്ചു. ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, അതൊരു വലിയ അനുഭവമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു ഹൃദയത്തിൽ വരിക എന്ന് പറയുന്ന അനുഭവം. ദൈവത്തിന് സ്തോത്രം. എന്താണ് അതുവഴി ലഭിച്ചത്? കർത്താവായ യേശു ക്രിസ്തു ഹൃദയത്തിലേക്ക് വന്നപ്പോൾ വിത്ത് ഗുണമുണ്ടായി. എന്താണ് അതുവഴി ലഭിച്ചത്? ആ ലഭിച്ച അനുഭവമാണ് നാം വായിച്ച വേദഭാഗത്തിൻ്റെ 31-ാമത്തെ വാക്യം. യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം. 36-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം. ക്രിസ്തു എൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത്. ആ വാക്യം നമുക്കിവിടെ വായിച്ചു കേൾക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗങ്ങളെയും നന്നല്ലാത്ത പ്രവൃത്തികളെയും ഓർത്ത് നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും മ്ലേച്ഛതകൾ നിമിത്തവും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ഹൃദയത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് ഭാര്യയോടല്ല വെറുപ്പ് വന്നത്. എനിക്ക് ഭാര്യ വീട്ടുകാരോടല്ല വെറുപ്പ് വന്നത്. എനിക്ക് പ്രിയപ്പെട്ടവരെ എൻ്റെ അപ്പനോടോ അമ്മയോടോ അല്ല വെറുപ്പ് വന്നത്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോടല്ല വെറുപ്പ് വന്നത്. എനിക്ക് എന്നോട് തന്നെ ഒരു വെറുപ്പ്. കാരണം ഞാൻ ഇത്രയും അശുദ്ധനാണല്ലോ. എൻ്റെ ഹൃദയം ഞാൻ കണ്ടു. എൻ്റെ ഹൃദയത്തിൻ്റെ മ്ലേച്ഛത ഞാൻ കണ്ടു. എൻ്റെ ഹൃദയത്തിൻ്റെ ആസക്തി ഞാൻ കണ്ടു. എൻ്റെ പ്രവൃത്തികളെ ഞാൻ കണ്ടു. എൻ്റെ വ്യാജഭാവം ഞാൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് എന്നോട് തന്നെ ഒരു വെറുപ്പ്. അയ്യോ, ഞാൻ ശരിയല്ലല്ലോ. എൻ്റെ വാക്ക് ശരിയല്ലല്ലോ. എൻ്റെ പ്രവൃത്തി ശരിയല്ലല്ലോ. എനിക്ക് അരുതാത്ത കാര്യങ്ങളുണ്ടല്ലോ എൻ്റെ ഉള്ളിൽ. ദൈവമക്കളെ, ആ സുബോധം എനിക്ക് ലഭിച്ചത് ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോഴാണ്. കർത്താവായ യേശു എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ എനിക്ക് എൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ളതായ എൻ്റെ പാപത്തെക്കുറിച്ച് എനിക്ക് ബോധം വരാൻ തുടങ്ങി. സഹോദരങ്ങളെ, ക്രിസ്തു ഹൃദയത്തിൽ വരാതെ ആർക്കും യഥാർത്ഥമായ പാപബോധം വരികയില്ല. നാം എണ്ണപ്പെട്ട ചില പാപങ്ങൾ മാത്രം പാപങ്ങളായി കണ്ടുകൊണ്ട് പോകുന്ന മനുഷ്യരാണ് നാം അനേകരും. എന്നാൽ പുറമേ നാം എണ്ണപ്പെട്ട പാപങ്ങൾ മാത്രമല്ല പാപങ്ങൾ. അതിലുപരിയായ ഹൃദയപാപങ്ങൾ മനുഷ്യനുണ്ട്. ഈർഷ്യയുണ്ട്, ഇഷ്ടക്കുറവുണ്ട്, നീരസമുണ്ട്. ഞാൻ ഓർക്കുന്നു, ഞാൻ മാനസാന്തരപ്പെട്ട കാലത്ത് 35-ാമത്തെ വയസ്സിലാണ് ഞാൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞു. ഞാൻ രാത്രിയിലൊക്കെ വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. ഒരു ദിവസം രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ ഉറക്കം തടസ്സപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഉറക്കമില്ല. എത്ര കിടന്നാലും ഉറക്കം വരില്ല. ഉറക്കം വരില്ല എന്ന് മാത്രമല്ല, ഞാൻ എൻ്റെ ഹൃദയത്തിൽ ആരോ എൻ്റെ ചെവിയിൽ പറയുന്നു, നീ ഒരു കള്ളനാണെന്ന്. നീ ഒരു കള്ളനാണെന്ന് പറയുന്നു. ഞാനാകെ ഒരു വിഷമത്തിലായി. ഉറക്കവും വരുന്നില്ല. ആരോ പറയുന്നു, നീ കള്ളനാണെന്ന്. ഞാൻ മുട്ടിന്മേലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ കള്ളനാണെങ്കിൽ ഞാൻ എന്താ കട്ടത്? എനിക്കൊരു ഓർമ്മയും വരുന്നില്ലല്ലോ. എനിക്കൊന്നും ഓർമ്മയിൽ വരുന്നില്ലല്ലോ. എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്? ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഏതാനും സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ കഴിഞ്ഞകാല ജീവിതം ഓർമ്മയിലേക്ക് വന്നു. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് എൻ്റെ ഓർമ്മ കടന്നുപോയി. അന്നൊക്കെ ഏതാണ്ട് 10-13 വർഷം മുമ്പ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു ട്രെയിനി ആയിട്ട് ഞാനിവിടെ ജോലിക്ക് കയറിയ കാലത്ത് ജോലിക്കിടയിൽ എൻ്റെ അന്നത്തെ മേലുദ്യോഗസ്ഥൻ ഒരു ടെസ്റ്റർ എൻ്റെ കയ്യിൽ തന്നു. 2 രൂപ വിലയുള്ള ഒരു ടെസ്റ്റർ, കറണ്ടുണ്ടോ നോക്കുന്ന സാധനം, ടെസ്റ്റർ. ഞാൻ നോക്കിയപ്പോൾ ഒരു മെയ്ഡ് ഇൻ ജർമ്മനി എന്നൊക്കെ കൊണ്ടുവന്ന് ഞാനതെൻ്റെ പോക്കറ്റിൽ കുത്തി. ഞാൻ തിരിച്ചു കൊടുത്തില്ല. അദ്ദേഹം എന്നോട് വൈകുന്നേരമായപ്പോൾ ചോദിച്ചു, ജോർജ്, ആ ടെസ്റ്റർ കണ്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞു. ഞാൻ എത്രയോ കുമ്പസാരിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ വിവാഹത്തിന് വേണ്ടി കുമ്പസാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീട് വെച്ചു. വീടിൻ്റെ വെഞ്ചരിപ്പ് അതിനെ തുടർന്ന് കുമ്പസാരിച്ചു. ഈ കുമ്പസാരമെല്ലാം നടത്തിയെങ്കിലും ഇതവിടെ തന്നെ കിടന്നു, ആരും അറിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ ഇതെല്ലാം ഓർത്തു. നീ ഒരു കള്ളനാണ്. അപ്പോൾ
ഞാൻ കണ്ട വസ്തു എനിക്ക് മനസ്സിലായി. ഞാൻ കട്ടത് ഒരു ടെസ്റ്ററാണ്. അപ്പോൾ ഇന്നുപോലെ ഫോണൊന്നുമില്ല. ഞാനൊരു ഇല്ലൻ്റ് എടുത്തു. എൻ്റെ അന്നത്തെ ആ മേലുദ്യോഗസ്ഥൻ എഞ്ചിനീയറുടെ വിലാസം എനിക്കറിയായിരുന്നു. അദ്ദേഹം അന്നത്തെ ഗൾഫ് സിറ്റി പോലുള്ളൊരു ചീഫ് എഞ്ചിനീയറായി കഴിഞ്ഞിരുന്നു. ഞാൻ അദ്ദേഹത്തിനൊരു കത്തെഴുതി, സാർ, ഞാൻ ഇന്ന പോലെ ഒരു മോഷണം നടത്തിയിട്ടുണ്ട്. അങ്ങയുടെ ടെസ്റ്റർ ഞാൻ മോഷ്ടിച്ചതാണ്. എനിക്ക് തിരിച്ചു തരാൻ എൻ്റെ കയ്യിലില്ല. ദയവായി ക്ഷമിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്രയും ചുരുങ്ങിയ വാക്കുകൾ ഞാൻ എഴുതി. ഞാൻ കിടന്നു സുഖമായി ഉറങ്ങി. എൻ്റെ ഉറക്കത്തിൻ്റെ പ്രശ്നം മാറി. ദൈവമക്കളെ, പാപമാണ് മനുഷ്യനെ തകർക്കുന്നത്. പാപമാണ് മനുഷ്യൻ്റെ ഉറക്കം കളയുന്നത്. നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന 2 രൂപ വിലയുള്ളതായ ആ ടെസ്റ്റർ, ദൈവം എന്നെ വിളിച്ചത് കള്ളനാണെന്നാണ്. എൻ്റെ ഉറക്കം തടസ്സപ്പെട്ടപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്താണ് കാരണം? അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദൈവമക്കളെ, മനുഷ്യ ഹൃദയം ഇതുപോലെ നമ്മുടെയെല്ലാം ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ തടസ്സപ്പെട്ടു, ഉറക്കം തടസ്സപ്പെട്ടു, ഉത്സാഹം നഷ്ടപ്പെട്ടു, നമ്മുടെ ജീവിതത്തിലെ ആ ഒന്നിനും താല്പര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. അതിൻ്റെ എല്ലാം പിന്നിൽ പാപമൊരു കാരണമാണ്, പാപമൊരു വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. അതുമാത്രമല്ല വിഷയം. ഞാനൊരിക്കൽ എൻ്റെ വീടിനടുത്ത് ഒരു പള്ളിയിൽ കുർബാനയ്ക്ക് പോയി. കുർബാന കണ്ടുകൊണ്ടിരുന്നു. അച്ഛനോട് കുർബാനയൊക്കെ ചെല്ലുന്നുണ്ട്, ഞാൻ കുർബാന കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ചെവിയിൽ ആരോ പറയുന്നു, ഞാൻ നിൻ്റെ അടുക്കലേക്ക് ഒരാളെ വിട്ടു, നീ സഹായിച്ചില്ല, നീ ആൾക്ക് കൊടുക്കേണ്ടത് കൊടുത്തില്ലല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ, എനിക്കൊന്നും മനസ്സിലായില്ല. എന്താണ് മനുഷ്യന് കൊടുക്കേണ്ടത് എനിക്കറിയാൻ മേല. ഞാനത് ഓർത്തു. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ പിന്നെയും ദൈവം ഒരു ബോധ്യം തന്നു. ഞാനന്ന് കോട്ടയം ജില്ലയിൽ തലയോലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇലക്ട്രിസിറ്റി ബോർഡിൽ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. ഒരു സ്ത്രീ കറണ്ട് കാശ് അടയ്ക്കാൻ വകയില്ലാതെ വന്നു. ഇലക്ട്രിസിറ്റി ബോർഡിൽ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞു. വീട്ടിലെ കറണ്ട് കളഞ്ഞു. കറണ്ടില്ലാതെ ആ പാവം ഓടി സ്ത്രീ എൻ്റെ അടുത്ത് വന്നു. ഞാൻ അവിടുത്തെ എഞ്ചിനീയറാണ് ഓഫീസിൽ. ചോദിച്ചപ്പോൾ അവർക്ക് ഭർത്താവിന് തളർവാദം പെട്ട് കിടക്കുകയാണ്, പെൺമക്കൾ പരീക്ഷയാണ്, അതിന് തയ്യൽ ജോലിയാണ്, തയ്യൽ കൊണ്ടാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് ജീവിക്കാൻ പൈസ ഇല്ല, കറണ്ട് ചാർജ് അടയ്ക്കാൻ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ, ദൈവമക്കളെ, ഞാൻ എൻ്റെ കയ്യിൽ ഇടുന്ന 2 രൂപ എടുത്ത് കയ്യിൽ കൊടുത്തു. കറണ്ട് കാശ് അടച്ചു, തൽക്കാലം കറണ്ട് കൊടുത്തു, പ്രശ്നം തീർന്നു. പക്ഷേ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നത് വീണ്ടും കറണ്ട് കട്ട് ചെയ്തു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാൻ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ കുറച്ച് പൈസ കൊടുത്തേ സഹായിച്ചുള്ളൂ, അതുകൊണ്ട് പരിഹാരം വരില്ല. 1 രൂപ അവർക്ക് കൊടുത്തുകൊണ്ട് പരിഹാരം വരികയില്ല. പിന്നത്തെ പ്രാവശ്യം ആ സ്ത്രീ ഞാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവരൊരു ക്രിസ്ത്യാനിയാണ്. ഞാൻ അവരോട് പറഞ്ഞു, സഹോദരി, ഇനി രൂപ തരാൻ എൻ്റെ കയ്യിലില്ല. നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ വീട്ടിൽ പോയിട്ട്, ഭർത്താവ് തടഞ്ഞു കിടക്കുകയല്ലേ, ഒരു വേദപുസ്തകം എടുത്ത് നിങ്ങൾ അമ്മയും മക്കളും കൂടി ഇരുന്ന് വേദപുസ്തകം വായിച്ച് യേശുക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കണം. യേശുവെ ഹൃദയത്തിൽ വരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ നല്ലവനായ യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വരും. ഹൃദയത്തിൽ യേശു വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കതിന് പരിഹാരമുണ്ടാകും, അതിന് സൊല്യൂഷൻ ഉണ്ടാകും. ദൈവമക്കളെ, ഞാൻ ക്രിസ്തുവിനെ അവർക്ക് കൊടുത്തു. ഞാൻ അവിടെ നിന്ന് സ്ഥലം മാറി പോരുന്നത് വരെയും ആ സ്ത്രീ കറണ്ട് കാശ് അടച്ചു. മാത്രമേ എനിക്കറിയാം. ദൈവമക്കളെ, എന്താണ് മനുഷ്യന് കൊടുക്കേണ്ടത്? മനുഷ്യൻ്റെ ദാരിദ്ര്യം മാറാൻ, മനുഷ്യൻ്റെ ബുദ്ധിമുട്ട് മാറാൻ, മനുഷ്യൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ അവന് കൊടുക്കേണ്ടത് കുറേ രൂപയല്ല, അവന് കൊടുക്കേണ്ടത് കുറേ സഹായമല്ല, അവന് കൊടുക്കേണ്ടത് യേശുക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിനെ കിട്ടിയാൽ അതോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിന് പരിഹാരം വരും. ക്രിസ്തുവിനെ ലഭിച്ചാൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ അനേക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ക്രിസ്തു ഹൃദയത്തിൽ വരണമേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവായ യേശുവേ, എൻ്റെ ഹൃദയത്തിൽ വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റും, നിങ്ങളുടെ ജീവിത രീതി മാറ്റും, നിങ്ങളുടെ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കും, നിങ്ങളുടെ അന്ധകാരം മാറ്റും. ദൈവമക്കളെ, സുവിശേഷം കടന്നു വരുന്നത് എങ്ങനെയാണെന്നറിയാവോ? സദൃശ്യവാക്യം 4-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. സദൃശ്യവാക്യം 4-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം വായിച്ചു നോക്കാം.
എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ക്രിസ്തു അത്ഭുതം പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് വായിച്ചു കേൾക്കാം. 4:18. നീതിമാന്മാരുടെ പാതയോ, നീതിമാന്മാരുടെ അത് ഈ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം കേട്ടിട്ടുള്ളതായ ജീവിതം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ, പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ, അത് നട്ടുച്ചവരെ അധികമധികം ശോഭിച്ചു വരുന്നു. നട്ടുച്ചവരെ ശോഭിച്ചു വരും. അത് രാവിലെ സൂര്യൻ ഉദിക്കുന്നത് നാം കാണുന്നു. ആ സൂര്യൻ നമുക്ക് ശീലം കൊണ്ട് മനസ്സിലായിട്ടുണ്ട് ആ നട്ടുച്ചയാകുമ്പോൾ വലുതാകുമെന്ന്. എന്നാൽ ആദ്യമായി അത് കാണുന്ന ഒരു കുഞ്ഞിന് അറിയാൻ പാടില്ല. എന്നാൽ സാവകാശം ആ നട്ടുച്ചയ്ക്കുണ്ടാകുന്ന ചെറിയ വെളിച്ചം വലിയ വെളിച്ചമായിട്ട് വരുന്നു. ദൈവമക്കളെ, ഇന്ന് രാത്രി നിങ്ങൾ ജീവിതം ക്രിസ്തുവിന് കൊടുത്താൽ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്രിസ്തു കടന്നു വന്നാൽ, ഒരു പ്രഭാതത്തിലെ സൂര്യൻ നട്ടുച്ചയാകുമ്പോൾ എങ്ങനെ ആ സൂര്യൻ ശോഭയുള്ളതായി മാറുമോ, അതുപോലെ നിങ്ങളുടെ ജീവിതം പ്രകാശമുള്ളതായി മാറും, വെളിച്ചമുള്ളതായി മാറും, സമാധാനമുള്ളതായി മാറും. ഇന്ന് നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായി കാണുന്നില്ല, നിങ്ങൾക്കെല്ലാം ഗ്രഹിക്കാൻ പറ്റിയെന്നും വരികയില്ല. പക്ഷേ ഒറ്റ കാര്യം, കർത്താവേ, എൻ്റെ ഈ ചീത്ത ഹൃദയത്തിലേക്ക് നീ കടന്നു വരണം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ദൈവമക്കളെ, ഒന്നും എനിക്കറിയണമെന്നില്ല. ഹൃദയത്തിലേക്ക് യേശുവിനെ വിളിക്കുക. അത് പ്രഭാതത്തിൽ ആ സൂര്യൻ നട്ടുച്ചയ്ക്ക് വെളിച്ചമാകുന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ വെളിച്ചം വരുന്നത് വരും കാലങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാം. അടുത്ത കൊല്ലം ഇവിടെ കൺവെൻഷൻ ഉണ്ടെങ്കിൽ പിന്നത്തെ കൊല്ലം ഇവിടെ കൺവെൻഷൻ നടക്കുമ്പോൾ നിങ്ങൾക്ക് എഴുന്നേറ്റ് സാക്ഷ്യം പറയാൻ പറ്റും, നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും, നിങ്ങളുടെ ജോലിയിൽ അനുഭവിക്കാൻ പറ്റും. ദൈവമക്കളെ, നിങ്ങളുടെ സാമ്പത്തിക രംഗത്തും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. നീ എപ്പോഴും യഹോവഭക്തിയോടെ ഇരിക്കുക, ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. നീതിമാന്റെ സന്തതിയെ അവൻ പട്ടിണി കിടത്തുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുയേശുവിൽ തന്നെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ലവനായ ഒരു യേശു, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ സഹായിക്കുന്ന ദൈവമാണ്, സഹായിക്കുന്ന ദൈവമാണ്. ഞാൻ ഓർക്കുന്നു, മാനസാന്തരത്തിൻ്റെ ശേഷം എൻ്റെ കയ്യിൽ ഒരുപാട് രൂപയൊന്നുമില്ല. എൻ്റെ ഭാര്യ സാക്ഷ്യം പറഞ്ഞല്ലോ, എൽസിഡി പോലുള്ളൊരു എഞ്ചിനീയറൊക്കെയാണ് ഞാൻ. പക്ഷേ ഞാൻ ഓർക്കുന്നു, 20 രൂപ വരെ കടം മേടിച്ച കാലങ്ങളുണ്ട് എൽസിഡി ബോൾ എഞ്ചിനീയർ ആയിരിക്കുന്ന കാലത്ത്. കാരണം എനിക്ക് മദ്യം കിട്ടും, രൂപ കിട്ടും, എല്ലാം കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം അന്യായമായ രീതിയിൽ കിട്ടും. പക്ഷേ അന്യായം വേണ്ട എന്ന് വെച്ചുകൊണ്ട് ദൈവമക്കളെ, 20 രൂപ തലയോലപ്പറമ്പിലെ ഒരു ഇലക്ട്രിക് ഷോപ്പിൽ നിന്ന്, എനിക്ക് പരിചയമുള്ള ഇലക്ട്രിക് ഷോപ്പാണ്, ഞാൻ എൽസിഡി ബോൾ എഞ്ചിനീയർ ആയിരുന്നല്ലോ, 20 രൂപ കടം മേടിച്ച കാലം എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എൻ്റെ അവസ്ഥ അതാണോ ഇന്ന്? ദൈവം മാറ്റിയില്ലേ? പ്രിയപ്പെട്ടവരെ, നീ എപ്പോഴും യഹോവഭക്തിയോടെ ഇരിക്കുക, ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. പ്രിയപ്പെട്ടവരെ, നീതിമാനെ പട്ടിണി കിടത്താത്തൊരു ദൈവമുണ്ട്. നിൻ്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനത് നിർവഹിക്കും. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുയേശുവിൽ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും. പ്രിയപ്പെട്ടവരെ, ഒരു യേശു ജീവിക്കുന്നു. നിങ്ങളുടെ അവസ്ഥ മാറ്റുന്ന യേശു, നിങ്ങളുടെ സ്ഥിതി മാറ്റുന്ന യേശു, നിങ്ങളുടെ ഹൃദയം മാറ്റുന്ന യേശു, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മാറ്റുന്ന യേശു, നിങ്ങളുടെ പാപം മാറ്റുന്ന യേശു, നിങ്ങളുടെ കുടുംബബന്ധങ്ങളെ മാറ്റുന്ന യേശു, നിങ്ങളുടെ നിരാശ മാറ്റുന്ന യേശു, നിങ്ങളുടെ ആത്മാവിൻ്റെ ഗതി മാറ്റുന്ന യേശു, നിങ്ങളുടെ നരകം മാറ്റുന്ന യേശു, നിൻ്റെ കോപം മാറ്റുന്ന യേശു, നിൻ്റെ പിടിവാശി മാറ്റുന്ന യേശു, നിൻ്റെ നിരാശ മാറ്റുന്ന യേശു. ദൈവമക്കളെ, ഈ നല്ലവനായ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കും തോറും നിങ്ങളുടെ അവസ്ഥ അവൻ മാറ്റുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ പാപത്തിൽ രസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ അറിയുന്നില്ല. ദൈവത്തിന് അനേകർ പ്രിയപ്പെട്ടവരെ അവസ്ഥ മാറിക്കിട്ടാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഭാരം വരാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. പ്രിയപ്പെട്ടവർ, അനേകർ സാധിക്കുന്നില്ല. അനേകർ പ്രാർത്ഥിച്ചാലും ഭാരം മാറുന്നില്ല. അനേകരും പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല. അനേകരും പ്രാർത്ഥിച്ചാലും സ്തുതി മാറുന്നില്ല, പരീക്ഷ ജയിക്കുന്നില്ല, പ്രമോഷൻ കിട്ടുന്നില്ല, മുന്നോട്ടൊരു ഗതി കിട്ടുന്നില്ല. ദൈവമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ അതിൻ്റെ മുമ്പൊരു കാര്യം നടക്കണം. യോശുവയുടെ പുസ്തകം എടുക്കാം, അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ
19 വാക്യം വായിച്ചു നോക്കാം. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 19 7-19 വായിച്ചു നോക്കാം. യോശുവയുടെ പുസ്തകം എടുക്കാം, 7-ാം അധ്യായം 19 വാക്യം വായിക്കാം. യോശുവ ആഖാനോട്, ആ മകനെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറക. നീ എന്തു ചെയ്തു എന്ന് പറക. പ്രിയപ്പെട്ട എന്നോട് മറച്ചു വെക്കരുത് എന്ന് പ്രിയപ്പെട്ടവരെ, പറഞ്ഞു. നിങ്ങളുടെ പാപം മറച്ചു വെച്ചുകൊണ്ട് യോശുവയുടെ ദൈവം പറഞ്ഞു, അവൻ യുദ്ധത്തിന് പോയി തോറ്റുപോയി. തോറ്റതിൻ്റെ കാരണം ചോദിച്ചു. അപ്പോഴാണ് മനസ്സിലാക്കി കൊടുത്തത്, പാപമുണ്ട്, പാപം മാറ്റണം. യോശുവ ആഹാനോട് പറഞ്ഞു കൊടുത്തു. ആഹ്വാൻ അവിടുത്തെ പട്ടാളക്കാരനാണ്. അവന് പറഞ്ഞു കൊടുത്തു, നീ പാപം മാറ്റിയില്ല എങ്കിൽ ഞാൻ നിൻ്റെ കൂടെ വരില്ല. ദൈവമക്കളെ, അനേകരും പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്തത് അവരുടെ പാപം മാറാൻ പ്രാർത്ഥിച്ചിട്ട് വേണം ഭാരം മാറാൻ പ്രാർത്ഥിക്കാൻ. ആദ്യം പാപം മാറ്റി കിട്ടാൻ പ്രാർത്ഥിക്കണം. പാപസ്വഭാവം മാറി കിട്ടാൻ പ്രാർത്ഥിക്കണം. പാപസ്വഭാവം മാറി കിട്ടാൻ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ ജോലി കിട്ടാൻ പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. നിങ്ങളുടെ രോഗം മാറാൻ പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ആദ്യം പ്രാർത്ഥിക്കേണ്ടത് പാപം മാറാനാണ്. ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ഹൃദയത്തിലെ പാപം ഏറ്റുപറയാനാണ്. ആദ്യം പ്രാർത്ഥിക്കേണ്ടത് അത്. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഭാരം മാറാൻ പ്രാർത്ഥിക്കൂ. കർത്താവ് നിങ്ങളുടെ ഭാരം മാറ്റിത്തരും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ളതായ ആഗ്രഹം, ആദ്യം പാപം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, ഇവിടെയൊക്കെയാണ് പാപം മനുഷ്യനെ ബാധിക്കുന്നത്. മനുഷ്യന് മടിയിൽ തീ കൊണ്ടുവരാവോ? സദൃശവാക്യം 6-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. സദൃശവാക്യം 6-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. ഒരു മനുഷ്യന് തന്റെ വസ്ത്രം വെന്തു പോകാതെ മടിയിൽ തീ കൊണ്ടുവരാമോ? വസ്ത്രം വെന്തു പോകാതെ മടിയിൽ തീ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് വെച്ചാൽ, ദൈവമക്കളെ, ശരീരം നോവാതെ മടിയിൽ തീ കൊണ്ടുവരാൻ പറ്റുമോ? ആത്മാവിന് കേടുവരാതെ പാപം ചെയ്യാൻ പറ്റുമോ? ആത്മാവിന് കേടുവരാതെ പാപം ചെയ്യാൻ പറ്റുമോ? അടുത്ത വാക്യം വായിക്കാം, താഴത്തേക്ക് വായിക്കാം. ഒരുത്തന് കാൽ പൊള്ളാതെ തീക്കനലിന്മേൽ നടക്കാമോ? കാല് പൊള്ളാതെ തീക്കനലിൽ നടക്കാൻ പറ്റുമോ? വായിച്ചു നോക്കാം, അടുത്ത വാക്യം. കൂട്ടുകാരന്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നവൻ ഇങ്ങനെ തന്നെ. കൂട്ടുകാരൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നവനും ഇങ്ങനെ തന്നെ. അവളെ തൊടുന്ന ഒരുത്തനും ശിക്ഷ വരാതിരിക്കയില്ല. അവളെ അന്യായമായ ഒരു സ്പർശനം മതി, തൊടുന്ന ഒരുത്തനും ശിക്ഷ വരാതിരിക്കില്ല. ദൈവമക്കളെ, പാപത്തിന് ശിക്ഷയുണ്ട്, ശിക്ഷ വരാതിരിക്കില്ല. അവിഹിതമായ ബന്ധത്തിന് ശിക്ഷയുണ്ട്, മദ്യപാനത്തിന് ശിക്ഷയുണ്ട്, ഏത് തിന്മയ്ക്ക് ശിക്ഷയുണ്ട്. ശിക്ഷ വരാതിരിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ കണ്ണുകളെ സൂക്ഷിക്കുന്നുണ്ട്, നിങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കുന്നുണ്ട്. അനേകർക്ക് കണ്ണിൻ്റെ മേൽ ജയമില്ല. അനേകർക്ക് കണ്ണിൻ്റെ അവയവങ്ങളുടെ മേൽ, ഇന്ദ്രിയങ്ങളുടെ മേൽ ജയമില്ല. ആസക്തികളുടെ മേൽ ജയമില്ല. അനേകർക്ക് ആസക്തികളുടെ മേൽ ജയമില്ല. അനേകർ അതിരുവിട്ടു പോകുന്നു. അനേകർ അന്യായം ചെയ്തു പോകുന്നു. അവിഹിതമായി ദൈവം തൊട്ടാൽ ശിക്ഷ വരാതിരിക്കില്ല. ദൈവമക്കളെ, എത്രമാത്രം ഒരു വിശുദ്ധ ജീവിതത്തിന് താല്പര്യമുണ്ട് നിങ്ങൾക്ക്? ഒരു വിശുദ്ധ ജീവിതത്തിന് എത്രമാത്രം താല്പര്യമുണ്ട്? ഇതെപ്പോഴാണ് കിട്ടിയത്? ഇതൊന്നും ജന്മനാ നമുക്കുള്ളതല്ല. ഒരു വിശുദ്ധനായി ജീവിക്കണമെന്നോ പാപം കൂടാതെ ജീവിക്കണമെന്നോ നമുക്ക് താല്പര്യമില്ല. നമുക്കറിയാം, ദൈവമക്കളെ, ഒരു കോഴിയുടെ കഴുത്ത് കണ്ടിക്കുമ്പോൾ കോഴി കിടന്ന് പിടയ്ക്കണം നിങ്ങൾ കണ്ടു കാണും. അതിൻ്റെ പ്രാണവേദനയോട് അത് കിടന്ന് പിടയ്ക്കുന്നു. അതുപോലെ തന്നെ നാം ഒരു അരുതാത്ത കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ പിടയ്ക്കുന്ന ഒരു ആത്മാവുണ്ട്. ഏലി ഏലി ലബ ശബക്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിലവിളിച്ചു. അവൻ്റെ ആത്മാവിൻ്റെ നിലവിളിയാണത്. എപ്പോഴാണ് അവൻ നിലവിളിച്ചത്? അവൻ നമ്മുടെ പാപം ഏറ്റെടുത്തപ്പോൾ. ദൈവമക്കളെ, അവൻ്റെ ആത്മാവിൽ പാപം അവൻ അനുഭവിച്ചപ്പോൾ ദൈവം കൈവിട്ടു. അവൻ്റെ ആത്മാവിൻ്റെ നിലവിളി, ആ നിലവിളി നമ്മുടെ ഉള്ളിലുണ്ട്. ഞാനോ നിങ്ങളോ ഒരു അരുതാത്ത കാര്യത്തിന് വേണ്ടി എൻ്റെ കൈ തൊട്ടാൽ എൻ്റെ അകത്തെ ആത്മാവ് കിടന്ന് പിടച്ച് നിലവിളിക്കും. ആത്മാവ് മരിക്കാൻ പോവുകയാണ്. നീ മദ്യം ആസ്വദിക്കുമ്പോൾ, സഹോദര, നീ മദ്യം കുടിക്കുമ്പോൾ,
നിൻ്റെ അകത്തെ ആത്മാവ് കടന്ന് പിടയ്ക്കുന്നുണ്ട്. നീ നിൻ്റെ ഭാര്യയോട് പിണങ്ങി, അല്ലെങ്കിൽ ഭർത്താവിനോട് പിണങ്ങി, അല്ലെങ്കിൽ ഭർത്താവിനോട് പകരം വീട്ടി അപ്പുറത്തെ മുറിയിൽ കിടക്കുമ്പോൾ സഹോദരി, നിൻ്റെ ആത്മാവ് അകത്ത് കിടന്ന് പിടയ്ക്കുകയാണ്. നീ അറിയുന്നില്ല. നിൻ്റെ ആത്മാവ് പിടയ്ക്കുകയാണ്. മരണവേദനയോടെ ആത്മാവ് പിടയ്ക്കുകയാണ്. ദൈവമക്കളെ, മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അതറിയുന്നില്ല. യഹോവ ദൈവമാ വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം നാം. യഹോവ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം നാം. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? ആപത്തിൽ നമ്മുടെ ദിവ്യസങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആപത്തിൽ നമ്മുടെ ദിവ്യസങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആകയാൽ പാരിടം ആകയിലെങ്കിലും നാമിനി ഭയപ്പെടുകയില്ല. ആകയാൽ പാരിടം ആകയിലെങ്കിലും നാമിനി ഭയപ്പെടുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ നമുക്ക് പുതിയൊരു ഹൃദയം തരും. ആർക്കാണ് പുതിയ ഹൃദയം തരുന്നത്? 36-ാം അധ്യായം വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അനേകർ ദൈവമക്കളെ അപവാദ വിഷയമായിട്ടുള്ളവർ, അനേകരുടെ അപവാദം നിങ്ങൾ ഏറ്റിട്ടുണ്ട്. കഴിവില്ലാത്തവനെന്നും ചീത്ത മനുഷ്യനെന്നും ദോഷമുള്ളവനെന്നും അനേകർ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കഴിഞ്ഞകാല പ്രവൃത്തി കണ്ട് അനേകർ സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ വീടുകളിൽ ചെന്നാൽ അവരെ വീട്ടുകാർ ഇറക്കി വിടുമായിരുന്നു. കാരണം അവരുടെ സ്വഭാവം അത്ര മോശമായിരുന്നു അവരുടെ സ്വഭാവം. അതുകൊണ്ട് പലരെയും അവർ വീട്ടിൽ ചെന്നാൽ അമ്മമാർ പറയുമായിരുന്നു, നീ വീട്ടിൽ കയറണ്ടെന്ന്. ദൈവമക്കളെ, അങ്ങനെയുള്ളവർ ക്രിസ്തുവിനെ സ്വീകരിച്ചു. ഇന്നവർ നാടിനും വീടിനും മാന്യരായിത്തീർന്നു. നാടിനും വീടിനും അവർ മാന്യരായിത്തീർന്നു. ഒരു കാലത്ത് അവരെ അപമാനിച്ചിറക്കി വിട്ടിട്ടുണ്ട്. കാരണം അത്രയ്ക്കും ദോഷം ചെയ്തിട്ടുള്ളവരാണ് അവർ. 36-ാം അധ്യായം വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കവർച്ചയും പരിഹാസവുമായി ഭവിച്ചു. നിങ്ങൾ പലരുടെയും പരിഹാസം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പലരുടെയും നിങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ അവസ്ഥയോർത്ത് പലരും നിങ്ങളെ പരിഹസിച്ചിട്ടുണ്ട്. നിങ്ങൾ നിന്ന് ഏറ്റിട്ടുണ്ട്. ദൈവമക്കളെ, എന്നാൽ നിങ്ങളുടെ ഹൃദയത്തെ മാറ്റുന്ന ഒരു നല്ലവനായ യേശു അങ്ങനെ മനുഷ്യരുടെ മുമ്പിലും ലോകത്തിൻ്റെ മുമ്പിലും സ്വന്തക്കാരുടെ മുമ്പിലും പ്രിയപ്പെട്ടവരുടെ മുമ്പിലും മേലുദ്യോഗസ്ഥന്മാരുടെ മുമ്പിലും ദൈവമക്കളെ താഴ്ച ഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. കഴിവില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളവരാണ് നിങ്ങൾ. നിന്നെ കൊള്ളില്ല എന്ന് കേട്ടിട്ടുണ്ട്. ഗുഡ് ഫോർ നത്തിങ് എന്ന് കേട്ടുകയാണ്. ഒന്നിനും കഴിവില്ല എന്ന് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ പറഞ്ഞു കാണും, അധ്യാപകർ പറഞ്ഞു കാണും, ഭാര്യ പറഞ്ഞു കാണും, അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞു കാണും. എന്നാൽ ഈ ലോകത്തിൻ്റെ പരിഹാസവും നിന്ദയും അപമാനവും ഏറ്റ നിങ്ങളെ, ഒരുപക്ഷേ നിങ്ങളുടെ ചീത്ത സ്വഭാവം കൊണ്ടായിരിക്കും, എന്നാൽ അങ്ങനെ ഈ ലോകത്തിൻ്റെ അപവാദമേറ്റ നിങ്ങളെ മാന്യരാക്കുന്ന ഒരു നല്ലവനായൊരു യേശുവുണ്ട്. നിങ്ങളുടെ അപമാനം മാറ്റിത്തരുന്നൊരു യേശുവുണ്ട്. നിങ്ങളുടെ ബലഹീനത മാറ്റിത്തരുന്നൊരു യേശുവുണ്ട്. നിങ്ങളെ കഴിവില്ല എന്ന് വിളിച്ചവർ നിങ്ങളെ മാനിക്കുന്നൊരു നാളുണ്ട്. അവൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയം മാറും തോറും, ഹൃദയം നിങ്ങൾ എവിടെയെല്ലാം നിന്ന് ഏറ്റുവോ, എവിടെയെല്ലാം നിങ്ങൾ അപമാനമേറ്റുവോ, അവിടെയെല്ലാം നിങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങും.
നിങ്ങളുടെ സ്ഥിതി മാറാൻ തുടങ്ങും, നിങ്ങളുടെ അവസ്ഥ മാറാൻ തുടങ്ങും. ദൈവമക്കളെ, ഒരു ജീവിക്കുന്ന ദൈവമുണ്ട്, ഒരു വലിയവനായ ഒരു ദൈവമുണ്ട്. ഇറക്കിവിട്ട വീടുകളിൽ അവരെ വിളിച്ചു കയറ്റിയ കാലങ്ങളുണ്ട്. നിന്നയേറ്റ സ്ഥലങ്ങളിൽ അവർ മാനിക്കപ്പെട്ട ഒരു കാലമുണ്ട്. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അവൻ എന്താണ് ചെയ്യുന്നത്? പരിഹാസമേറ്റവർക്ക് അവൻ പുതിയ ഹൃദയം കൊടുക്കുന്നു. 36-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ദൈവം നിങ്ങൾക്ക് സമർപ്പണമുള്ള ഒരു ഹൃദയം തരും. സമർപ്പണമുള്ള ഒരു ഹൃദയം തരും. അവസരം കിട്ടിയാലും പാപം ചെയ്യില്ല. സമർപ്പണമുള്ള ഒരു ഹൃദയം. ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക എത്രയോ ചെയ്യുന്ന ഭാഗ്യവാനായ പൗലോസ് പറയും, മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞ ശേഷം ഞാൻ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക എത്രയോ ചെയ്തത് 1 കൊരിന്ത്യർ 9:27. ദൈവമക്കളെ, ഒരു സമർപ്പണമുള്ള ഹൃദയം. അവസരം കിട്ടിയാലും പാപം ചെയ്യില്ല, പ്രലോഭിപ്പിച്ചാലും പാപം ചെയ്യില്ല. പാപത്തിനുള്ള ഇഷ്ടം പോലെ സ്വാധീനം വന്നാലും ശരി, അവസരം ഒത്തുവന്നാലും ശരി, പാപം ചെയ്യില്ല. അതാണ് സമർപ്പണമുള്ള ഹൃദയം. ദൈവം കൊടുത്തതാണ്. ദൈവം കൊടുക്കുന്നതാണ് അങ്ങനെയുള്ള ഹൃദയമല്ല. ദൈവമക്കളെ, അതാണ് അനുഗ്രഹമെന്ന് പറയുന്നത്. കുറേ രൂപയോ ഒരു ജോലിയോ അതൊന്നുമല്ല നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ, മനുഷ്യരായി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗ്യമെന്ന് പറയുന്നത് അവസരം കിട്ടിയാലും ഞാൻ പാപം ചെയ്യില്ല. പ്രിയപ്പെട്ടവരെ, ദാനിയേലിനെയും പഴയ നിയമത്തിലെ യോസേപ്പിനെയൊക്കെ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ഈ ഒരു സ്ത്രീ പാപത്തിന് പ്രലോഭിപ്പിച്ചു. അവൻ യൗവനക്കാരനാണ്, സാഹചര്യം ഒത്തുവന്നു. യോസേപ്പ് എന്താ പറഞ്ഞത്? എൻ്റെ ദൈവത്തെ വേദനിപ്പിച്ചുകൊണ്ട് ഞാനിത് ചെയ്യുകയില്ല. ദൈവമക്കളെ, പാപത്തോട് നോ പറയുന്നൊരു ഹൃദയം. നിങ്ങളുടെ പെൺമക്കളെ പറഞ്ഞ് പഠിപ്പിച്ചു വിടണം. പാപ സാഹചര്യത്തോട് നോ പറയാൻ പഠിപ്പിച്ചു വിടണം. അവർ പ്രലോഭനത്തിൽ പെട്ടുപോകരുത്. നിങ്ങളുടെ പെൺമക്കൾ കോളേജിൽ പോകുമ്പോഴോ ഹോസ്റ്റലിൽ പോകുമ്പോഴോ എവിടെയെല്ലാം പോകുമ്പോഴും മോളെ നീ നോ പറയാൻ പഠിച്ചു വിടണം. നമ്മുടെ ഫെലോഷിപ്പിന് യുവാക്കന്മാരുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അനേക സാക്ഷ്യം പറഞ്ഞ മക്കൾ പറഞ്ഞല്ലോ, യങ് മാൻ ഫെലോഷിപ്പിൽ പോയെന്ന്. അനേക യൗവനക്കാർ ഉയർന്നത് ആ യൗവനക്കാരുടെ മീറ്റിങ്ങിൽ പോയി നോ പറയാൻ പഠിച്ചു. അവർ വേറെ ഒരുപാടൊന്നും പഠിച്ചില്ല. അവർ വേദപുസ്തകത്തിലെ തിയോളജിയൊന്നും പഠിച്ചില്ല. അവിടെ പോയ ദൈവമക്കൾ നോ പറയാൻ പഠിച്ചു. പാപത്തോട് നോ പറയാൻ പഠിച്ചു. അവസരം കിട്ടിയാലും പാപം ചെയ്യില്ല, അശുദ്ധി ചെയ്യില്ല, മദ്യപിക്കില്ല, വേണ്ടാദിനത്തിന് പോകില്ല. പാപത്തോട് നോ പറയാൻ പഠിച്ചു. നമ്മളുടെ കൂട്ടായ്മയിൽ ഒരു യുവതികളുടെ ഫെലോഷിപ്പുണ്ട്. ആ ഫെലോഷിപ്പിന് ഒരു ആപ്തവാക്യമുണ്ട്, ഒരു മുദ്രാവാക്യമുണ്ട്, ബി എ മിഷണറി ആൻഡ് മദർ ഓഫ് എ മിഷണറി. യൗവനകാലത്ത് ഒരു മിഷണറിയായി ജീവിക്കുക, സുവിശേഷമുള്ളവളായി ജീവിക്കുക, സുവിശേഷത്തെ മാനിച്ച് ജീവിക്കുക. വളർന്നു വരുന്ന അവൾ ഒരമ്മയാകുമ്പോൾ, വിവാഹിതയായ ഒരു അമ്മയാകുമ്പോൾ സ്വന്തം കുഞ്ഞിനെ ഒരു മിഷണറിയാക്കി വളർത്തുക എന്ന് വെച്ചാൽ ജോലിക്ക് പോകണ്ട എന്നുള്ള അർത്ഥം, ക്രിസ്തുവുള്ള കുഞ്ഞായി വളർത്തുക. ദൈവമക്കളെ, അങ്ങനെയൊരു തലമുറ ഉണ്ടായി വരട്ടെ. അവസരം കിട്ടിയാലും പാപം ചെയ്യില്ല എന്നുള്ള ഒരു തലമുറ ഉണ്ടായി വരട്ടെ. അതിനുവേണ്ടിയാണ് ദൈവം കാൽവരി ഫെലോഷിപ്പിനെ നിർത്തിയിരിക്കുന്നത്. അവസരം കിട്ടിയാലും പാപം ചെയ്യില്ല. യഥാർത്ഥ ഹൃദയം കൊണ്ട് നോ പറയാൻ പഠിക്കുക. ദൈവമക്കളെ, നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് അതാണ്. മക്കളെ തിയോളജി, ഇന്ന് വിദ്യാഭ്യാസം മുഴുവനും പ്രിയപ്പെട്ടവരെ ബുദ്ധിയുടെ വികാസത്തിന് വേണ്ടിയാണ്. ഇൻ്റലക്ച്വൽ എഡ്യൂക്കേഷൻ മാത്രമേ ഇന്നുള്ളൂ, ക്യാരക്ടർ എഡ്യൂക്കേഷൻ ഇല്ല. സ്വഭാവത്തെക്കുറിച്ച് ആരും മക്കളെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ബുദ്ധിയുടെ വളർച്ചയുണ്ട്, സ്വഭാവത്തിൽ താഴ്ചയുണ്ട്. ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ആരും തയ്യാറാകുന്നില്ല. ദൈവമക്കളെ, ദോഹാദേശത്തോട് ഇതുവരെയും ദൈവത്തിൻ്റെ വചനം ഞാൻ സംസാരിക്കുകയായിരുന്നു. ദൈവം തന്ന ആലോചനയാണ് ഞാൻ പറഞ്ഞത്. ദൈവം നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. എന്തെല്ലാമാണ് ആ ഹൃദയത്തിൻ്റെ പ്രത്യേകത? ആ ഹൃദയത്തിൻ്റെ പ്രത്യേകത എ സെൻസിറ്റീവ് ഹാർട്ട്സ്. 36-ാം അധ്യായത്തിൽ നാം വായിച്ചു, ഒരു സെൻസിറ്റീവ് ഹാർട്ട് ദൈവം നിങ്ങൾക്ക് തരും. പ്രിയപ്പെട്ടവരെ, രണ്ടാമത് ഒരു സമർപ്പണമുള്ള ഹൃദയം ദൈവം നിങ്ങൾക്ക് തരും. മൂന്നാമത് എന്താണ് ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്ന ഹൃദയം? ഞാൻ പറയാം. ദൈവം നിങ്ങളുടെ ശാപം അനുഗ്രഹമാക്കി മാറ്റും. ദൈവത്തിന് സ്തോത്രം. സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം
23-ാം അധ്യായം എടുക്കാം. ആവർത്തന പുസ്തകത്തിൻ്റെ 23-ാം അധ്യായം എടുക്കാം. ജീവനുള്ള ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്നൊരു വാഗ്ദത്തമുണ്ട്. ദൈവമക്കളെ, ആ വാഗ്ദത്തം എന്താണ്? 23-ാം അധ്യായം എടുക്കാം. ആവർത്തന പുസ്തകം 23-ാമത്തെ അധ്യായം എടുക്കാം. ദൈവത്തിന് സ്തോത്രം. നിന്റെ ദൈവമായ യഹോവ എന്താണ്? വായിച്ചു നോക്കാം. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ ശാപം നിനക്ക് അനുഗ്രഹമാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവമായ യഹോവ നിന്റെ ശാപം നിനക്ക് അനുഗ്രഹമാക്കി തീർക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം തരുന്ന ഒരു പുതിയ ഹൃദയം, ഒരു സെൻസിറ്റീവ് ഹാർട്ട്സ്. അവസരം കിട്ടിയാൽ ദൈവമക്കളെ, പാപത്തെ അറിഞ്ഞു മാറുന്നൊരു ഹൃദയം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒരു ജോലി കിട്ടാൻ വേണ്ടി കൈ ഉയർത്താൻ പറഞ്ഞാൽ നിങ്ങൾ അനേകർ കൈ ഉയർത്തും. ഒരു ഫെലോഷിപ്പ് പ്രാർത്ഥന യോഗം നടത്തി ഇന്നൊരു ജോലി കർത്താവ് തരുമെന്ന് വിശ്വാസമുള്ളവർ കൈവെക്കാൻ പറഞ്ഞാൽ, അത് തരണമെന്ന് ആഗ്രഹമുള്ളവർ കൈവെക്കാൻ പറഞ്ഞാൽ അനേകർ കൈവെക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ദൈവം ആഗ്രഹിക്കുന്നത് ആർക്കെല്ലാം വേണം? ഒരു പുതിയ ഹൃദയം, ഒരു സെൻസിറ്റീവ് ഹാർട്ട്സ്. പാപം അതിൻ്റെ ലക്ഷണം വന്നാൽ പാപത്തോട് നോ പറയുന്ന ഒരു ഹൃദയം, പാപത്തോട് നോ പറയുന്ന ഒരു ഹൃദയം. ദൈവമക്കളെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ക്രിസ്തു കുരിശിൽ മരിച്ചത് നമുക്കതിനു വേണ്ടിയാണ്. അവൻ്റെ ചങ്ക് പടഞ്ഞത് അതിനു വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് യേശു കാൽവരിയിൽ പടഞ്ഞു മരിച്ചത്. ഒരു വിശുദ്ധ സന്തതി ഉണ്ടാകണം, ഒരു വിശുദ്ധ ഗണമുണ്ടാകണം. ലോകം അതിൻ്റെ വഴിക്ക് തെണ്ടായി തിരിയും. പ്രിയപ്പെട്ടവരെ, അഴുക്കുള്ളവനിനെയും അഴുക്കാടട്ടെ, നീതിമാനിനെയും നീതി ചെയ്യട്ടെ, ഇതാ ഞാൻ വേഗം വരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു വിശുദ്ധ സന്തതി ഉണ്ടാകണം. പാപം കൂടാതെ ജീവിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് നിങ്ങളെ വിളിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് ഒരു പാപത്തിലേക്ക് പോകില്ല. അവസരം കിട്ടിയാലും ഒരു പാപം ചെയ്യില്ല. രണ്ടേ രണ്ട് തീരുമാനങ്ങൾ. അറിഞ്ഞുകൊണ്ടൊരു പാപത്തിലേക്ക് പോകില്ല. അവസരം കിട്ടിയാലും ദൈവം ദുഃഖിക്കുന്ന ഒരു പാപം ചെയ്യില്ല. അത് മ്ലേച്ഛത മാത്രമല്ല, ഒരു കോപമാകട്ടെ, ഒരു കുടുംബത്തിൽ കലഹമാകട്ടെ, കുടുംബജീവിതത്തെ കലക്കുന്ന ഒരു വാക്കാകട്ടെ. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ ആളുകളുണ്ട്. നിങ്ങൾ അനേകർ ഭവനത്തിൽ ഭക്ഷണം ഉണ്ടാക്കും. അനേകർ വീട്ടിലേക്ക് രൂപ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ശമ്പളം. പക്ഷേ ഭവനങ്ങളിൽ സമാധാനമുണ്ടാക്കാൻ ആരുമില്ല. ഭവനങ്ങളിൽ സമാധാനമുണ്ടാക്കാൻ ആരുമില്ല. ദൈവമക്കളെ, ഭവനങ്ങളിൽ സമാധാനം എവിടെ നിന്ന് വരും? സമാധാനമുണ്ടാക്കാൻ ആരുമില്ല. ഇന്ന് രാത്രി നമ്മുടെ പുസ്തകം അടച്ചു വെച്ചിട്ട് നമുക്ക് ശാന്തമായി ചിന്തിക്കാം. ആർക്ക് വേണം ഒരു പുതിയ ഹൃദയം? ഒരു പുതിയ ഹൃദയം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു കുരിശിൽ മരിച്ചത് കൊണ്ട് എന്താണ് എനിക്ക് കിട്ടിയത്? എനിക്ക് കിട്ടിയത് ഒരു പുതിയ ഹൃദയം. ഇവിടെ സാക്ഷ്യം പറഞ്ഞ യുവാക്കന്മാർ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ, അവർക്ക് കിട്ടിയത് ഒരു പുതിയ ഹൃദയമാണ്. അവർക്ക് കിട്ടിയത് അറിഞ്ഞുകൊണ്ട് ഒരു പാപം ചെയ്യില്ല എന്നുള്ളതായ ഒരു ഹൃദയം. രണ്ടാമതവർക്ക് കിട്ടിയത് ഒരു സമർപ്പണമുള്ളതായ ഒരു ഹൃദയം, സ്വന്തം ശരീരത്തെ നിയന്ത്രിച്ച് നിർത്തുന്ന ഒരവസ്ഥ. ദൈവമക്കളെ, ഒരു സെൻസിറ്റീവ് ഹാർട്ട്. ഞാൻ മുഖാന്തരം ആരും കരയാനിടവരരുത്. ഞാൻ മുഖാന്തരം ഭർത്താവ് കരയാനിടവരരുത്. ഞാൻ മുഖാന്തരം ഭാര്യ കരയാനിടവരരുത്. ഞാൻ മുഖാന്തരം എൻ്റെ മാതാപിതാക്കന്മാർ കരയാനിടവരരുത്. പ്രിയപ്പെട്ടവരെ, ആരോടും വെറുപ്പില്ലാത്ത ഒരു ഹൃദയം, ആരോടും കയ്പില്ലാത്തൊരു ഹൃദയം നിങ്ങൾക്ക് വേണമോ? പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ അരുമനാഥൻ്റെ തിരുരക്തം ഗുണകരമായി സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തോട് വാദിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരാം. ദൈവമക്കളെ, നിങ്ങൾ വന്നത് ജോലി അന്വേഷിച്ചായിരിക്കാം, നിങ്ങൾ വന്നത് പ്രമോഷൻ അന്വേഷിച്ചായിരിക്കാം, നിങ്ങൾ വന്നത് ജീവിതത്തിൽ ഉയർച്ച അന്വേഷിച്ചായിരിക്കാം. അത് തെറ്റല്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ നിങ്ങളുടെ ഒന്നാമത്തെ നിങ്ങളുടെ വിഷയം നിങ്ങളുടെ ഭാരം മാറുകയോ നിങ്ങളുടെ ജോലി ലഭിക്കുകയല്ല. ഒന്നാമത്തെ നിങ്ങൾ പറയേണ്ടതായ കാര്യം, നിങ്ങളുടെ പാപം മാറണം. നിങ്ങളുടെ പാപം മാറണം. അങ്ങനെ നിൻ്റെ പാപം മാറണം. പാപം വാതിക്കൽ കിടക്കുന്നു. നിൻ്റെ ഹൃദയത്തിൽ പാപമുള്ളത് കൊണ്ട് നിനക്ക് ജയിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നിൻ്റെ നിരാശ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിൻ്റെ ജോലിയിൽ നിനക്ക് ഉയർച്ച കിട്ടാത്തത്. അതുകൊണ്ടാണ് നിൻ്റെ കുടുംബത്തിൽ ഐശ്വര്യം വരാത്തത്. അതുകൊണ്ടാണ് നിൻ്റെ രോഗം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് നീ ആഗ്രഹിക്കുന്ന പോലെ നിൻ്റെ കുടുംബത്തിൽ ഉയർച്ചയുണ്ടാകാത്തത്. നിൻ്റെ പാപമാണ് എൻ്റെ കാരണം. നിൻ്റെ പാപത്തെ നീ ഏറ്റുപറയുക. നിൻ്റെ പാപത്തെ നീ ഉപേക്ഷിക്കുക. നിൻ്റെ പാപം ഇപ്പോൾ എറിഞ്ഞു കളയുക. എന്തിന് നശിക്കുന്നു പ്രിയപ്പെട്ടവരെ?
എന്തിനു നശിക്കുന്നു, എന്തിന് ദുരിതം അനുഭവിക്കുന്നു? നിന്റെ പാപത്തെ എറിഞ്ഞു കളയുക. അത് ചുമന്നൊഴിക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങളുടെ പാപം മാറട്ടെ. നിങ്ങളുടെ പാപത്തെ നിങ്ങൾ ഉപേക്ഷിക്കുക. അഭിവൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ പിന്നാലെ വരുന്നുണ്ട്. പാപം മാറിയ ഒരു ഹൃദയം ആർക്ക് വേണം പ്രിയപ്പെട്ടവരെ? പാപം മാറിയ ഒരു ഹൃദയം, പാപം കഴുകപ്പെട്ട ഒരു ഹൃദയം, ഇന്ന് വരെയും വന്നുകൂടിയ സകല പാപങ്ങൾ ക്ഷമിച്ച് കിട്ടുന്ന ഒരു ഹൃദയം ആർക്ക് വേണം പ്രിയപ്പെട്ടവരെ? അവ തരാൻ വേണ്ടിയാണ് യേശു വന്നത്. രണ്ടാമത്, അവസരം കിട്ടിയാലും പാപം ചെയ്യുകയില്ല എന്നുള്ളതായ സമർപ്പണമുള്ള ഒരു ഹൃദയം. മൂന്നാമത്, ജീവനുള്ള ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിന്റെ ശാപം അവൻ നിനക്ക് അനുഗ്രഹമാക്കി തരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം, കുഞ്ഞാടിൻ്റെ പുണ്യാക രക്തം നിങ്ങളെ കഴുകട്ടെ. നിങ്ങളുടെ മലിനത മാറട്ടെ, നിങ്ങളുടെ മാലിന്യം മാറട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിൻ്റെ രക്തത്തിൽ കുളിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ കഴുകൽ പ്രാപിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? മടക്കി കൊടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? മോഷ്ടിച്ചത്, അന്യായമായി മേടിച്ചത്, അന്യായമായത് മടക്കി കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇന്ന് നിങ്ങളുടെ ഉറക്കം ശരിയാകും, നിങ്ങളുടെ ഭാവി ശരിയാകും, നിങ്ങളുടെ വാതിലുകൾ തുറക്കും, നിങ്ങളുടെ മുമ്പിൽ വഴികൾ തുറന്നു വരും. പ്രിയപ്പെട്ടവരെ, പാപം മാറട്ടെ. അന്യായമായത് മടക്കി കൊടുക്കുക, നിങ്ങളുടേതല്ലാത്തത് നിങ്ങൾ ഉപേക്ഷിച്ച് കളയുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അനുഗ്രഹം നിങ്ങൾ മുടക്കി കളയരുത്, നന്മ മുടക്കരുത്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ജീവനുള്ള ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ വന്നിരിക്കുകയാണ്. ആർക്കെല്ലാം ആഗ്രഹമുണ്ട്? ജീവനുള്ള ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിൻ്റെ ശാപം നിനക്ക് അനുഗ്രഹമാക്കി മാറ്റാൻ പോവുകയാണ്. മകളെ, ഇന്നുവരെയും നീ ചെന്ന് കയറിയ കുടുംബത്തിൽ നീ ഒരു ശാപമെന്നേ നീ കേട്ടിട്ടുള്ളൂ. എന്നാൽ ഇന്ന് നീ മടങ്ങിപ്പോകുന്നത് യേശുവിനെയും കൊണ്ടാണ്, ഹൃദയത്തിൽ യേശുവിനെയും കൊണ്ടാണ്. നിൻ്റെ ശാപം നിനക്ക് അനുഗ്രഹമായി മാറാൻ പോവുകയാണ്. നിൻ്റെ ജോലി സ്ഥലത്ത്, നിൻ്റെ ആരോഗ്യരംഗത്ത്, നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ ശാപം നിനക്ക് അനുഗ്രഹമായി മാറ്റാൻ പോവുകയാണ്. ഇതാണ് യേശു ചെയ്ത അത്ഭുതം എന്ന് പറയുന്നത്. അവൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ആർക്കെല്ലാം ആഗ്രഹമുണ്ട് പ്രിയപ്പെട്ടവരെ? 3 കാര്യമാണ് ചോദിക്കുന്നത്. 1, ദൈവത്തിന് സ്തോത്രം. അവൻ നിൻ്റെ ഒരു സെൻസിറ്റീവ് ഹാർട്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആരെയും ഉപദ്രവിക്കില്ല, ആർക്കും ഒരു ദോഷവും ചെയ്യുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. എല്ലാവരെയും സ്നേഹിക്കും. ഒരു ഹൃദയ കാഠിന്യമില്ലാത്ത ഒരു കുടുംബജീവിതം, ഹൃദയകാഠിന്യമില്ലാത്ത ഒരു കുടുംബജീവിതം ആർക്ക് വേണം പ്രിയപ്പെട്ടവരെ? അവർക്ക് അവരുടെ കരങ്ങളെന്ന് ഉയർത്താം. ഹൃദയകാഠിന്യമില്ലാത്ത ഒരു കുടുംബജീവിതം. ഹല്ലേലൂയ. കുറവുള്ള ഭാര്യയെ സ്നേഹിക്കുക, കഴിവില്ലാത്ത ഭർത്താവിനെ സ്നേഹിക്കുക. പ്രിയപ്പെട്ടവരെ, ബലഹീനതയുള്ളവരെ സ്നേഹിക്കുക. ദൈവത്തിന് സ്തോത്രം. കഠിനമില്ലാത്തൊരു കുടുംബജീവിതം. രണ്ടാമത്, അവസരം കിട്ടിയാലും പാപം ചെയ്യാത്ത സമർപ്പണമുള്ള ഒരു ഹൃദയം. മൂന്നാമത്, ദൈവം നിനക്ക് തരാൻ പോകുന്ന അനുഗ്രഹം. ജീവനുള്ള ദൈവം നിൻ്റെ ശാപം നിനക്ക് അനുഗ്രഹമാക്കി മാറ്റും, അനുഗ്രഹമാക്കി മാറ്റും. ഇന്ന് വരെ ശാപമായി നീ ഒരനുഗ്രഹമായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങളുടെ ശാപം മാറട്ടെ, നീ ഒരു അനുഗ്രഹമായി മാറട്ടെ. നിന്റെ കുടുംബത്തിന് അനുഗ്രഹമാകട്ടെ, തലമുറയ്ക്കൊരു അനുഗ്രഹമാകട്ടെ, നിന്റെ ജോലി സ്ഥലത്തൊരു അനുഗ്രഹമാകട്ടെ. ദൈവമക്കളെ, സ്തോത്രം. ദൈവരാജ്യം നിങ്ങളെ മാടി വിളിക്കുന്നു, സ്വർഗരാജ്യം നിങ്ങളെ മാടി വിളിക്കുന്നു. ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ പ്രിയപ്പെട്ടവർ. നിങ്ങളുടെ തലമുറ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഒരു സെൻസിറ്റീവ് ഹാർട്ട്, ഒരു സമർപ്പണമുള്ള ഒരു ഹൃദയം. അനുഗ്രഹം മാറി, ശാപം മാറി, അനുഗ്രഹമായ ഒരു ഹൃദയം. നല്ല ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ മക്കളുടെ മധ്യത്തിലേക്ക് നീ കടന്നു വന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവമേ, അവരോട് കടന്നു വന്നത് ജോലിക്കാണ്. ദൈവമേ, ഈ ലോകത്തിലെ കാര്യത്തിനാണ് വന്നതെങ്കിലും നീ ഇന്ന് കൊടുത്തത് നിലനിൽക്കുന്ന ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ സന്തോഷം, ഒരു പുതിയ ആവേശം, ഒരു പുതിയ സമർപ്പണം. ദൈവമക്കളെ, ദൈവം നിങ്ങളെ തൊട്ടിരിക്കുന്ന രാത്രിയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, നിൻ്റെ മക്കളെ തൊട്ട രാത്രിക്കായി സ്തോത്രം. അവരുടെ മലിനത മാറ്റുവാൻ നീ ഇറങ്ങി വന്ന കൃപയ്ക്കായി സ്തോത്രം. നീ അവരെ കൊണ്ട് സമർപ്പണം എടുപ്പിച്ച കൃപയ്ക്കായി സ്തോത്രം. നീ അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ സമ്പാദ്യം ഒരു പുതിയ ഹൃദയത്തോടുകൂടി ഒരു പുതിയ ജീവിതം അവരാരംഭിക്കട്ടെ. ദൈവമേ, ഒരു അനുഗ്രഹത്തിൻ്റെ വർഷം അവർക്ക് കൊടുക്കണമേ. ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ മേലും കൃപ വരണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരം തരുമാറാകണമേ.